എഴുതി പഠിച്ചവരെടുത്ത് വെച്ചാൽ നോക്കട്ടെ. എഴുതി പഠിക്കാത്തവരുണ്ടെങ്കിൽ lambda m 0. Calculate the lambda m 0. Calculate the lambda m 0 of acetic acid. Calculate the calculate the lambda m 0. Calculate the lambda m 0 of acetic acid. Lambda m 0 of acetic acid. Full stop. Given that the lambda m 0 of HCl, lambda m 0 of HCl is equal to 426 is equal to 426. Lambda m 0 of NaCl 126. Lambda m 0 of NaCl 126, lambda m 0 of CH3COONA, salt of acetic acid. CH3COONA is equal to 91. Okay. ഇത്രയും ഡാറ്റയാണ് നമുക്ക് തന്നത്. യൂണിറ്റ്സ് ഭാഷ എഴുതിയിട്ടില്ല. നമുക്ക് കാണേണ്ട എന്താ, അസെറ്റിക് ആസിഡിന്റെ ഡാറ്റയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻസർ നോക്കുക. അസെറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ലാംഡ m 0 ഓഫ് CH3COOH അല്ലെ? അപ്പൊ എന്താ വരിക? CH3COOH വരുമ്പോ ലാംഡ m CH3COO മൈനസ് പ്ലസ് എന്താണ് ലാംഡ m H പ്ലസ്. ഈ സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത് അല്ലെ? അസെറ്റിക് ആസിഡിന്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പൊ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഓരോന്നായിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിടാം. നോക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം ഏതാ? HCl ആണ് അല്ലെ? അപ്പൊ ലാംഡ m HCl എന്താ വരിക? ലാംഡ 0 H പ്ലസ് പ്ലസ് ലാംഡ 0 Cl മൈനസ്. ഇതിന്റെ വാല്യൂ എത്രയാ? 426. അടുത്തെന്താ? ലാംഡ m 0 ഓഫ് NaCl. അപ്പൊ എന്താ വരിക? ലാംഡ 0 Na പ്ലസ് പ്ലസ് ലാംഡ 0 Cl മൈനസ്. ഇതിന്റെ വാല്യൂ എത്രയാ? 126. പിന്നെ ഒരെണ്ണോടെ തന്നിട്ടുണ്ട്. ലാംഡ m 0 ഓഫ് CH3COONA എന്താ? ലാംഡ 0 CH3COO മൈനസ് പ്ലസ് ലാംഡ 0 എന്താ? Na പ്ലസ്. ചെയ്യുമ്പോ എത്ര വരിക? 91. 3 ഇക്വേഷൻസ് അവൈലബിൾ ആണ് അല്ലെ? എത്ര ഇക്വേഷൻസ് ആണ്? 3 ഇക്വേഷൻസ് നമ്മുടെ അവൈലബിൾ ആണ്. അപ്പൊ ഈ 3 ഇക്വേഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ സാധനമാണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അത് എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ആഡ് ചെയ്യണം, ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം, ഏതൊക്കെ സബ്ട്രാക്ട് ചെയ്ത് കളയണം തുടങ്ങിയത് എന്ത് ചെയ്യുക? ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്യണം? എന്താ പറഞ്ഞല്ലേ? ആവശ്യമുള്ളത് പറയേ, ആഡ് ചെയ്യണം. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വരുന്ന സാധനം എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. അത് കണ്ടുപിടിച്ചിട്ട് ഉത്തരം ഒന്ന് ചെയ്തേ വേഗമാവട്ടെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൾറാഷസ് ലോയുടെ സ്റ്റേറ്റ്മെന്റും അതുപോലെ എന്താണ് പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായി ആലോചിച്ചിട്ട് പഠിച്ചോളൂ കേട്ടോ. ഒന്ന് വേഗം ചെയ്ത് ഉത്തരം പറഞ്ഞേ, വേഗമാവട്ടെ. കോൾറാഷസ് ലോയും അതിന്റെ പ്രോബ്ലം എന്ത് ചെയ്യുക? ഒന്ന് നോക്കിയിട്ട് ചെയ്യാം. വേഗമാവട്ടെ. കണ്ടോ, ഒരു അടി പൊട്ടിയപ്പോ എല്ലാത്തിന്റെയും മോഡ് പോയി. എല്ലാം ഇപ്പൊ പണിയുണ്ടാവും. പണിങ്ങിട്ട് എന്താ കാര്യം? നിങ്ങള് കറക്റ്റ് ആയിട്ട് ചെയ്തു വരിക അല്ലേ? പണിയില്ല, എന്നായിട്ട് പണിക്കില്ല, മാറുമല്ല പണിക്കില്ല. അവിടെയൊക്കെ പണിങ്ങി, അവഞ്ചൊക്കെ പണിങ്ങി, മൊത്തം നിങ്ങൾ നോക്കണമെന്നില്ല. അത് മാഷ് പറഞ്ഞിരുന്നു എന്ത് കറക്റ്റ് ആയിട്ട് ചെയ്തു പഠിച്ചിട്ട് വരിക കേട്ടാ. ഇവനൊക്കെ എന്തില്ലേ, അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാ? ചെയ്തു വരിക. അല്ലെങ്കിൽ എന്താ കാര്യം? കുറെ ദിവസമായി ഞാനിങ്ങനെ തള്ളി കൊണ്ടുപോണു. അത് ആൾക്കാരുടെ എണ്ണം കൂടുമ്പോ പിന്നെ പിന്നെ അത് ശീലമാണൊക്കെ ഭാഗമാണ്. അത് പിന്നെ അത് കയ്യിൽ പോകുന്നത് നമ്മുടെ. ആയിഷൊക്കെ പഠിച്ചു വരണ്ടാ. എത്ര കുറെ ദിവസമായി ഇങ്ങനെ നീങ്ങി പോണു. പഠിക്കുന്നില്ലേ ശരിക്കും? ശരിയല്ലേ പറഞ്ഞത്? ഇന്നലെ ഇരുന്ന് പഠിച്ച സത്യം പറഞ്ഞേ? എത്ര ഇരുന്ന് പഠിച്ചു എന്നല്ലേ? റെക്കോർഡ് ചെയ്താണ്ടായിരുന്നു. പഠിച്ചിട്ടില്ലല്ലേ? പഠിച്ചിട്ടില്ലേ? അതറിയാം. വേഗം വാല്യൂസ് എടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഏതൊക്കെ ആഡ് ചെയ്യണ്ടേ? ഏതൊക്കെ ഇക്വേഷൻസ് ആഡ് ചെയ്യണ്ടേ? ഏതൊക്കെ ചോദ്യം വാങ്ങിയട്ടെ? ചോദ്യം വായിച്ചു. ഏതൊക്കെ ഇക്വേഷൻസ് ആഡ് ചെയ്യണ്ടേ? ഇക്വേഷൻ നമ്പർ 1 ഉം 2 ആണോ?
അല്ല, നമുക്ക് ഏതാ വേണ്ടേ? CH3COO മൈനസ് വേണം. അതുള്ള ഇക്വേഷൻ ഏതാ? ഇക്വേഷൻ നമ്പർ 3. പിന്നെ ഏതാണ്? Na പ്ലസ് ഉള്ള ഇക്വേഷൻ ഏതാ? അയ്യോ സോറി, CH3CO മൈനസ് ഉള്ളത് ഇക്വേഷൻ നമ്പർ 3ഉം H പ്ലസ് ഉള്ളത് ഏതാ? ഇക്വേഷൻ നമ്പർ 1ഉം. അപ്പൊ നമുക്ക് ആദ്യം ഇത് ചെയ്യാം, ഇക്വേഷൻ 3+1 ചെയ്യാം അല്ലെ. ബോർഡിൽ ശ്രദ്ധിച്ചേ, എല്ലാവരും ബോർഡിൽ ശ്രദ്ധിക്കോ. 3+1. അപ്പോ CH3CO മൈനസും പിന്നെ ആര് വരും? സോറി അതല്ലല്ലോ വരിക. CH3CO മൈനസും Na പ്ലസും വരും. അതിന് ആരൊക്കെ കളയണം? ആരൊക്കെ കളയണം? പിന്നെ ആരും വരും? H പ്ലസും Cl മൈനസ്. അതിന് ആദ്യം അധികം പറ്റി പറഞ്ഞ ആരാ? Na പ്ലസും Cl മൈനസ്. അപ്പൊ കളയേണ്ടത് ആരെന്നെയാ? Na പ്ലസിനെയും Cl മൈനസിനെയും. അപ്പൊ ഏതിനെ സബ്ട്രാക്ട് ചെയ്യണ്ടേ? ഇക്വേഷൻ നമ്പർ 2നെ സബ്ട്രാക്ട് ചെയ്യണം. കുഴപ്പമില്ലല്ലോ. അത് ചെയ്ത് കൊടുത്ത ഇക്വേഷൻ നമ്പർ 3 എന്താ? ഇക്വേഷൻ നമ്പർ 3 λ0 CH3COO മൈനസ് പ്ലസ് ഇക്വേഷൻ നമ്പർ 3 പിന്നെ ആരാ? λ0 പറയുവോ? Na പ്ലസ് പറയേ. പിന്നെ ആരാ? ഇക്വേഷൻ നമ്പർ 1 ആരാ? കണക്കം മാറിയില്ലേ? ഇത് പറയടാ. ഇക്വേഷൻ നമ്പർ 1 ആരാ? λ0 ആരാ? ഇക്വേഷൻ നമ്പർ 1 λ0 H പ്ലസ് പിന്നെ ആരാ? λ0 Cl മൈനസ്. പിന്നെ കുറയ്ക്കണം. കുറയ്ക്കുമ്പോ എന്തിടാൻ മറക്കരുത്? ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2 എന്താ വരിക? പറഞ്ഞേ. λ0 Na പ്ലസ് പ്ലസ് λ0 ആരാ? Cl മൈനസ് അല്ലെ. കയ്യോടെ ഇതിന്റെ എന്തുകൂടെ ചെയ്തു പോവാ? വാല്യൂസും കൂടെ ചെയ്തു പോവാ അല്ലെ. അപ്പൊ ഒന്നാമത്തെ വാല്യൂ എത്രയാ? 1 3 കൂട്ടണം. അപ്പൊ എത്ര വരിക? 3 + 1 91 പ്ലസ് 426 മൈനസ് എത്രയാ? 126. ഇനിയിപ്പോ എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിടാം. അപ്പൊ എന്താ വരിക? λ0 CH3COO മൈനസ് പ്ലസ് λ0 Na പ്ലസ് പ്ലസ് λ0 H പ്ലസ് പ്ലസ് λ0 Cl മൈനസ് മൈനസ് λ0 Na മൈനസ് λ0 Cl മൈനസ്. ഇത് ചെയ്യുമ്പോ എത്ര വാല്യൂ വന്നേ? 391 അല്ലേ. ഓക്കെ. അപ്പൊ എന്താ? ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യാം അല്ലെ. Cl മൈനസ് ക്യാൻസൽ. Na പ്ലസ് പിന്നെ ആരാ? Na പ്ലസും മൈനസ് Na പ്ലസും ക്യാൻസൽ. അപ്പൊ ബാക്കി ആരാ ഉള്ളത്? അവിടേക്ക് എടുത്ത് എഴുതുന്നുണ്ട് ഇന്നത്തെ പോലെ. ബാക്കി ആരൊക്കെ ഉണ്ട്? മനസ്സിലാവണ്ട. കൺഫ്യൂഷൻ നിങ്ങൾ ചോദിക്കട്ടാ. മനസ്സിലാവണ്ട. ബാക്കി ആരൊക്കെ ഉണ്ട്? പറഞ്ഞേ. λ0 CH3COO മൈനസും പിന്നെ ആരാ? λ0 H പ്ലസും. അതിന്റെ വാല്യൂ ഇപ്പൊ എത്രയാ പറഞ്ഞേ? 391. കോൺട്രാക്ഷൻ ലോ പ്രകാരം ഇത് ജോയിന്റ് ആകുമ്പോ എന്താവും? λ0 ആരാവും? CH3COOH. അപ്പൊ ടോട്ടൽ എത്രയാ? 391. കുഴപ്പമില്ലല്ലോ. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടാ? അത് ചെയ്തെടുത്തിട്ടെ നാളെ വരുമ്പോ ഈ പ്രോബ്ലം ചെയ്ത് പിടിച്ച് കൊണ്ടുവന്നിട്ട് ഇനി അറിഞ്ഞില്ലേ കേട്ടില്ല എന്നും പറയിരിക്കോട്ടാ. കറക്റ്റ് ആയിട്ട് എഴുതി പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോ തവണ എഴുതിയാൽ മതി. ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കയ്യോടെ പഠിച്ചില്ലെങ്കിൽ എന്താ പിന്നെ കിട്ടില്ല. അതുകൊണ്ടാണ് പറയണേ. തുടങ്ങിയവന്റെ കുസ്തികളെ ചെക്കൻ വല്ല സമാധാനം കൊടുക്കോടാ. തോണ്ടി നിൽക്കുക. വേഗം അവിടെ അങ്ങോട്ട് കയറിയിരിക്കാൻ. ഇവന്റെ ബെഞ്ചിൽ എന്താ അവസ്ഥ? അത് മാത്രായി. ഏത് ബെഞ്ചിലാ? ആരുമില്ലാത്ത കാരണം അങ്ങോട്ട് മാറി. ഒരു ബെഞ്ച് റൊട്ടേഷനിൽ ഫ്രീ ആയിട്ട് പോവാണ്. ആണോ? അതെന്ന് തോന്നുന്നു. അക്ഷയുടെ ടീമല്ലേ? അശ്വിൻ. ആ ടീം മൊത്തം പോയി തോന്നുന്നു. വന്നു പോയി. എന്തിനാ വന്ന് ജോയിൻ ചെയ്യണെന്നുള്ള പിന്നെ മനസ്സിലാവും. ഇപ്പൊ 6000 രൂപ കൊടുത്തു. അശ്വിൻ എന്താണ് അവസ്ഥ? അവൻ നിർത്തിയാ? എന്തിനാ വരുന്നേ? എന്തൊരു കഷ്ടപ്പാ. സ്കൂളിലേക്ക് തന്നെ വരുന്നില്ലേ? വലിയ ട്യൂഷൻ വരണേ പോലെ. സ്കൂളിലേക്ക് വരുന്നില്ലേ പയ്യൻ? 2 ദിവസമായിട്ട് വന്നിട്ടില്ല. കഴിഞ്ഞ വന്നിട്ടുണ്ടായിരുന്നു അവൻ സ്കൂളിലേക്ക്. അവസാനം അവർ വന്നിരുന്നു. മറ്റൊരു ബോക്സിംഗ് ടീം വന്നോണേ. അത് കാരണം സമയം ശരിയാവില്ല. എന്താ ഈ വേഗം അവസാനിപ്പിക്ക്. ഒരു ചോദ്യോടെ തന്നെ ചെയ്യോ? അടുത്ത് ചെയ്തേ. കഴിഞ്ഞു. ഇപ്പൊ ഈ പ്രോബ്ലം ഇടാം. എഴുതുക. The molar conductivity of the molar conductivity of ammonium chloride at infinite dilution is 149.7. കംപ്ലീറ്റ് നിങ്ങൾ എഴുതുക. ഞാൻ ഇക്വേഷൻസ് ആക്കിയിട്ട് എഴുതുന്നില്ല. കംപ്ലീറ്റ് വേർഡ്സിലായിരിക്കും തരിക. വേർഡ്സിൽ ചെയ്യാൻ പഠിക്കണം കേട്ടോ.
നിങ്ങൾ ഒരു കാര്യം നോക്കിയേ, ഇവിടെ ശ്രദ്ധിച്ചേ, ചോദ്യം എഴുതാം. ഇപ്പൊ നേരത്തെ മാഷ എഴുതിയപ്പോ എന്താ λ0 NH4Cl, ഇവിടെ ശ്രദ്ധിക്കേ NH4Cl λ0 NaOH എന്നൊക്കെ എഴുതി തന്നു അല്ലെ. ഇനി അങ്ങനെ എഴുതി തന്നില്ലേ ഞാൻ. നമ്മള് കഴിഞ്ഞ ദിവസത്തെ മോഡൽ എക്സാമിന്റെ ഇത് ആലോചിച്ചറിയാം. HSLO ചെയ്യുന്ന സമയത്ത് ഓർമ്മയുണ്ടോ? HSLO തരുമ്പോ നമ്മൾ പൊതുവിൽ എങ്ങനെ തരാറ്? നമുക്ക് പൊതുവിൽ കണക്ക് ഡയറക്റ്റ് എന്ത് തരും? ഇക്വേഷൻ തരാറുണ്ട്. 3 ഇക്വേഷൻ തരാറുണ്ട് ഇല്ലേ? അങ്ങനെയാണ് നമ്മളത് പ്രാക്ടീസ് ചെയ്തത്. എന്നിട്ട് മോഡൽ എക്സാമിന് ഒരു ചോദ്യം വന്ന ഓർമ്മയുണ്ടാ? മോഡൽ എക്സാമിന് കംപ്ലീറ്റ് എന്തിലാ വന്ന ചോദ്യം? വേർഡ്സിലാ വന്ന. അപ്പൊ പലർക്കും എന്തെടുത്ത് എഴുതാൻ പറ്റിയില്ല. കണക്ക് ചെയ്യാറിയാം, നമ്മൾ ചെയ്ത പ്രോബ്ലം ആയിരുന്നു, പക്ഷെ എന്തെഴുതാൻ പറ്റിയില്ല? ഇക്വേഷൻസ് എഴുതാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ മാറ്റങ്ങളുണ്ട്. അപ്പൊ ഈ ചോദ്യം എന്ത് ചെയ്യുക? വേർഡ്സിലാണ് മാഷ് കംപ്ലീറ്റ് പറയുക. അത് എന്ത് ചെയ്യുക? നോക്കിയിട്ട് ഇക്വേഷൻസ് ഒക്കെ റെഡി ആക്കിയിട്ട് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കിട്ടാ എഴുതി. ദ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആരാണ്? അമോണിയം ക്ലോറൈഡ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഈസ് 149.7. 149.7. The ionic conductivities of OH minus and Cl minus ions, OH minus and Cl minus ions, OH minus and Cl minus ions are 198 and 76.3. യൂണിറ്റ് എഴുതുന്നത് നമ്മൾ നിർക്കാരം 198 and 76.3. Calculate the molar conductivity of ammonium hydroxide. Calculate the molar conductivity of ammonium hydroxide. Calculate the molar conductivity of ammonium hydroxide. ഇത്രയും ഡാറ്റയാണ് തന്നെയാണ്. ഒന്ന് ഡിസ്കസ് ചെയ്തോ. കുറച്ച് നമ്മൾ ചെയ്ത അതേ മോഡൽ തന്നെയല്ല, ഒന്ന് ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യണം ചിന്തിച്ചിട്ട് ചെയ്യാം കേട്ടോ. വേഗം സെറ്റ് ചെയ്ത് കൊടുത്തേ. ആലോചിച്ച് ചെയ്തോളൂ കേട്ടാ. നമ്മൾ ഡയറക്റ്റ് ചെയ്ത ചോദ്യമല്ല, വ്യത്യാസമുണ്ട്. ആലോചിച്ച് ചെയ്തോളൂ. എന്താ CLന്റെ വാല്യൂ, പിന്നെ തന്നെയാണ് എന്താ CLന്റെ വാല്യൂ OH മൈനസിന്റെ വാല്യൂ ആണ് കേട്ടോ. OH മൈനസിന്റെ വാല്യൂ ആണ് തന്നത്. കുഴപ്പമില്ലല്ലോ. നാച്ചുറൽ മോഡലാണോ? അല്ല. നമുക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്യുക? ആദ്യം എഴുതുക. ആവശ്യമുള്ള ഇക്വേഷൻ ആദ്യം എഴുതിണ്ടാക്കിയത്. ആവശ്യമുള്ള ഇക്വേഷൻ ആരുടെ ഇക്വേഷൻ ആണ്? NH4Clന്റെ ഇക്വേഷൻ ആണ്. അത് ആദ്യം എഴുതിണ്ടാക്കിയത്. അമോണിയ ഹൈഡ്രോക്സൈഡിന്റെ ആണ് കേട്ടോ. അപ്പൊ λ0 NH4 വായിച്ചതാണ്. എന്തായാലും ശരിയാണ്.
എന്തായി കാര്യം വല്ല നടപടിയായ എന്താ വന്നേ? എന്താ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഇവിടെ ശ്രദ്ധിച്ചേ എല്ലാവരും. എന്തിന്റെ ലാംഡായും സീറോയെ നമുക്ക് ആവശ്യം പറഞ്ഞേ? എന്തിന്റെ ലാംഡായും സീറോയെ ആവശ്യം പറയണ എല്ലാവരും ശ്രദ്ധിച്ചേ. എല്ലാവരും എന്താണെന്ന് വെച്ചേ ഒറ്റ മിനിറ്റ്. എന്തിന്റെ ലാംഡായും സീറോയെ ആവശ്യം? അമോണിയം ഹൈഡ്രോക്സൈഡ്. അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ ശ്രദ്ധിക്കുക. ലാംഡ സീറോ NH4OH. അപ്പൊ എന്താ വരിക? ലാംഡ സീറോ NH4 പ്ലസ് എന്താ? ലാംഡ സീറോ OH മൈനസ്. ശരിയല്ലേ? ഇതിന്റെ സാധനമാണ് നമുക്ക് ആവശ്യം അല്ലേ? ഈ സാധനമാണ് നമുക്ക് എന്ത് ആവശ്യം? ശ്രദ്ധിക്കോ, ഇവിടെ ശ്രദ്ധിക്കോ. ഈ സാധനമാണ് നമുക്ക് ആവശ്യം. നമ്മുടെ എന്തിന്റെയൊക്കെ ഉണ്ട്? ലാംഡ സീറോ NH4Cl ന്റെ ആണ് ഉള്ളത് അല്ലേ? നമ്മുടെ എന്തുണ്ട്? ലാംഡ സീറോ ആരുടെ ഉണ്ട്? NH4Cl ന്റെ ഉണ്ട്. NH4Cl ന്റെ എക്സ്പാൻഷൻ എങ്ങനെയാ? ലാംഡ സീറോ NH4 പ്ലസ് ലാംഡ സീറോ ആരാ? Cl മൈനസ്. നമുക്ക് വേണ്ടത് ആരാ? OH മൈനസ്. നമുക്ക് വേണ്ടത് ആരാ? OH മൈനസ്. ഇവിടെ ശ്രദ്ധിക്കുമോ ദയവായിട്ട്? ഇതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടാ. ഇതിന്റെ വാല്യൂ എത്രയാ? 149.7. ഇതിന്റെ വാല്യൂ എത്രയാ? 149.8. ബോർഡിൽ ശ്രദ്ധിച്ചിടാ മക്കളെ. ഈ ഇക്വേഷനിൽ നിന്ന് ഇത് ഇക്വേഷൻ നമ്പർ 1 ആണെന്ന് കരുതുക. ഈ ഇക്വേഷനിൽ നിന്ന് ആരൊക്കെ പോണം? ഈ ഇക്വേഷനിൽ ആരൊക്കെ പോണം? Cl മൈനസ് പോണം. ആര് കയറി വരണം? ആര് കയറി വരണം? OH മൈനസ് കയറി വരണം. ഇത്രയല്ലേ സംഭവിക്കേണ്ടത്? ആണോ? ആര് പോണം? Cl മൈനസ് പോണം. ആര് കയറി വരണം? OH മൈനസ് കയറി വരണം. അപ്പൊ എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1 നിന്ന് ആര് പോണം? Cl മൈനസ്. അപ്പൊ അത് ബോർഡിൽ ശ്രദ്ധിച്ചേ. ഇക്വേഷൻ നമ്പർ 1 നിന്ന് ഏത് സബ്ട്രാക്ട് ചെയ്യുക? ലാംഡ സീറോ പറയൂ. ലാംഡ സീറോ Cl മൈനസ് സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് ആരാണ് കയറ്റുക? OH മൈനസിന് കയറ്റുക. അപ്പൊ എന്താ? ലാംഡ സീറോ OH മൈനസ്. ഇങ്ങനെയല്ലേ എഴുതാതെ? മറ്റൊരു രണ്ട് ഇക്വേഷൻ എഴുതാൻ പറ്റില്ലല്ലോ. ഒറ്റ അയോണിന്റെ തന്നെയാണ്. ഇതുവരെ തന്ന കേസുകളിലൊക്കെ എന്തായിരുന്നു? സൊല്യൂഷൻസിന്റെ ആയിരുന്നു തരുണ്ടായിരുന്നു അല്ലെ? 3 സെക്ഷൻ ആയിട്ടാണ് തരുണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് സൊല്യൂഷന്റെ ആണോ തന്നെയാണ്? അല്ല. എന്താ തന്നെയാണ്? അയോണിന്റെ മാത്രമാണ് തന്നെയാണ്. ഇനി ഇതൊന്ന് ചെയ്യാം നമുക്ക്. മോളിത്തെ മാറ്റിന്റെ മോളിൽ ചെയ്തല്ലേ? ശ്രദ്ധിച്ചേ. നെക്സ്റ്റ് എന്ത് ചെയ്യാം നമുക്ക്? നെക്സ്റ്റ് സ്റ്റെപ്പില് എന്ത് ചെയ്യാം? ലാംഡ സീറോ 1 എന്ന് പറഞ്ഞാൽ ആരാ? NH4Cl ആണ് അല്ലെ? NH4Cl ന്റെ ഇപ്പുറത്തെ സെക്ഷനിൽ ആരൊക്കെ ഉണ്ട്? NH4 പ്ലസും പറയടാ. NH4 പ്ലസും പിന്നെ ആരാ? Cl മൈനസ് പറയേ സീറോയും അല്ലേ? ഇതല്ലേ ഇക്വേഷൻ നമ്പർ 1 ആണോ? അതിനെ ഏത് കുറയ്ക്കണം? ലാംഡ സീറോ Cl മൈനസും ഏത് കൂട്ടണം? ലാംഡ സീറോ OH. ആ വാല്യൂസ് പറഞ്ഞേ. ഇത്രയും പോർഷൻ ആരാ? ഇക്വേഷൻ നമ്പർ 1 ന്റെ ആണ്. എത്രയാ വരുന്നത്? 149.7. പിന്നെ നടുക്കിൽ എന്തുണ്ട്? മൈനസ് ഉണ്ട്. മൈനസ് ആരുടെ വാല്യൂ? ലാംഡ സീറോ Cl മൈനസ്. ലാംഡ സീറോ Cl മൈനസിന്റെ വാല്യൂ എത്രയാ പറഞ്ഞേ? 76.3. പിന്നെ ആഡ് ചെയ്യേണ്ടത് OH മൈനസിന്റെ വാല്യൂ എത്രയാ? 198. ഉണ്ടാ? ഇല്ല. അപ്പൊ എന്തുണ്ടാവുക? പ്ലസ് Cl മൈനസും മൈനസ് Cl മൈനസ് എന്തായി? ക്യാൻസൽ ആയി. ബാക്കി ആരാ വരുന്നത്? ലാംഡ സീറോ NH4 പ്ലസ് എന്താ? ലാംഡ സീറോ OH മൈനസ്. ആ ചെയ്യുമ്പോ എത്ര വരിക? വാല്യൂ ഒന്ന് കൂട്ടിട്ട് പറഞ്ഞേ. 271. അപ്പൊ 271.8. അപ്പൊ എന്താ വരിക? നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂട്ടി എന്താ കിട്ടുക? 4. ഇവിടെ 4 ആണോ? ഇത് രണ്ടും കൂടെ കൂട്ടി എന്താ കിട്ടുക? NH4 പ്ലസും OH മൈനസും കൂടെ കൂട്ടി എന്ത് കിട്ടും? ലാംഡ സീറോ NH4OH കിട്ടും. അപ്പൊ എന്താ? ലാംഡ സീറോ NH4OH. കുഴപ്പമില്ലല്ലോ. ചെയ്യുമ്പോ എത്ര വരുന്നത്? 271.4. ക്ലിയർ? അപ്പൊ അങ്ങനെ വേണം. അപ്പൊ നേരത്തെ ചെയ്ത മോഡലാണോ? അല്ല. അതിന് ചെറിയൊരു എന്തുണ്ട്? വ്യത്യാസം ഉണ്ട് അല്ലേ? ഒരു ചെറിയ പോയിന്റ് മാറിയിട്ടാണ് എന്ത് ഈ പ്രോബ്ലം എടുക്കുന്നത്. അപ്പൊ ഏത് രീതിയിൽ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സോൾവ് ചെയ്യാനായിട്ട് പറ്റണം. കുഴപ്പമില്ലല്ലോ. ക്ലിയർ അല്ലേ? പഠിച്ചിട്ട് ആൻസറിന്റെ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ആയ ഇല്ല. അതുപോലെ സൊല്യൂഷന്റെ ക്ലാസ് കേൾക്കാത്തവർക്ക് നിന്നിട്ടുന്നത്. സൊല്യൂഷൻ എന്ന് പറഞ്ഞ കെമിസ്ട്രിയുടെ ചാപ്റ്റർ കേൾക്കാത്തവർ, ക്ലാസ്സിന് വരാത്തവർ നിന്നിട്ടുന്നത്. ഇതുവരെ ക്ലാസ്സിന് വന്നിട്ടില്ല. സൊല്യൂഷൻസ് 1 2 3 4 5 6 സൊല്യൂഷൻസ് കേട്ടാ. ആൽഫ്രഡ് കേട്ടിട്ടുണ്ടാവില്ല. ഡയറ്റിക്ക് 2ാമത്തെ പാടല്ലേ? നിങ്ങൾ അത് സ്കൂളിൽ എടുത്ത് തുടങ്ങിയില്ല ചാപ്റ്റർ?
സ്കൂളിൽ എടുത്ത് തുടങ്ങി. എത്ര പേര് സ്കൂളിൽ എടുത്ത് തുടങ്ങി? കേൾക്കാത്തവര് മതി, കേട്ടവർക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ. സ്കൂളിൽ എടുത്ത് തുടങ്ങി കഴിഞ്ഞെടുത്തിട്ട് ഒന്നല്ലെങ്കിൽ മാഷിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട് യൂട്യൂബിൽ. കേൾക്കണ്ടാ? നിക്കണവര് കേൾക്കണ്ട? ഒന്നല്ലെങ്കിൽ മാഷിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ എവിടെ ഉണ്ട്? യൂട്യൂബിലുണ്ട്. അത് ദിവസം ഒരു 1.5 ക്ലാസ് വെച്ച് കണ്ടാൽ മതി, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഒരു 1.5 മണിക്കൂർ, 1 മണിക്കൂറിന്റെ ക്ലാസ് ആണെങ്കിൽ 1/2 മണിക്കൂർ കേട്ടാൽ മതി. എല്ലാം കൂടെ നടക്കില്ല, അതുകൊണ്ടാണ്. അത് ഫിനിഷ് ചെയ്യണം ഒന്ന്, കുഴപ്പമില്ലല്ലോ. പറ്റുമോ? നാളോട്ട് നോട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ? ബുദ്ധിമുട്ടാവോ? 1/2 മണിക്കൂറിന്റെ കണ്ടാൽ മതി. പറ്റാഞ്ചൊരു ക്ലാസ് തീർത്തോ നിങ്ങള്. അതിപ്പോ അതൊക്കെ ഒരു എക്സാമിലേക്കൊക്കെ പോകണം. ഇനി അത് ചോദിക്കണം, പിന്നെ മറക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ പാഠം പഠിക്കില്ല. ഇപ്പൊ എത്ര ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്? 2 ചാപ്റ്റർ കഴിഞ്ഞില്ല. കെമിക്കൽ കൈനറ്റിക്സ് ഉണ്ടാവില്ലല്ലോ. കെമിക്കൽ കൈനറ്റിക്സ് പറഞ്ഞ ചാപ്റ്റർ അത് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. കെമിക്കൽ കൈനറ്റിക്സ് കണ്ട 2 ചാപ്റ്റർ മിസ്സിംഗ്. അപ്പൊ പരീക്ഷയ്ക്ക് ഭയങ്കരമായിട്ട് മാർക്ക് കുറയും. അപ്പൊ നാളെ വരുമ്പോ എന്ത് ചെയ്യാ? ഇന്ന് പ്ലേലിസ്റ്റ് ആക്കി ഇടാം മാഷ ഗ്രൂപ്പിൽ. ആവശ്യം ഉണ്ടെങ്കിൽ മതി കേട്ടാ. അല്ലെങ്കിൽ എവിടത്തെ പഠിച്ചാൽ മതി. ക്ലാസ് കാണുന്ന മാഷക്ക് യാതൊരു നിർബന്ധമില്ല. അല്ലെങ്കിൽ എവിടത്തെ പഠിച്ചാൽ മതി, ഇപ്പൊ സ്കൂളിൽ പഠിച്ചാൽ മതി. ചോദിക്കുമ്പോൾ കിട്ടണം കേട്ടോ. ടോപ്പിക് പറയും ഇവിടെ. അപ്പൊ ചോദിക്കുമ്പോൾ കിട്ടണം, അത്രേ ഉള്ളൂ. ഇരിക്കും. അല്ലെങ്കിൽ പിന്നെ ക്ലാസ് കാണാം കേട്ടോ. എന്തായി കഴിഞ്ഞ 271.4 കേട്ടോ. കഴിഞ്ഞ അടുത്ത ഹെഡിങ് കൊടുത്തു. ലെവറിലൂടെ ചെയ്യണോ? ഒരു ഹെഡിങ് കൂടെ കൊടുക്കുക. കാൽക്കുലേറ്റ് ദ അടുത്ത ആപ്ലിക്കേഷൻ ആണ് എന്ത്? കോൺട്രാസ്റ്റ് ലോയുടെ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്താ? എവിടെയാ? എമ്മോ എവിടെ? അത് പറയാം. അതെ, ലാംഡ എം മാർക്ക് ചെയ്യുമ്പോഴേ നമ്മളിപ്പോ ഇങ്ങനെ എഴുതുമ്പോ ഇങ്ങനെ ഇട്ടാൽ മതി. NH4OH ഇട്ടാൽ മതി. അല്ലെങ്കിൽ എങ്ങനെ ഇടാം? ലാംഡ 0 എം ബ്രാക്കറ്റിൽ ഇട്ടിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? NH4OH ഇടാം. ഈ എം വേണമെങ്കിൽ ഇടാം. എന്താ കുഴപ്പമൊന്നും ഒരു ഇക്വേഷൻ കൂടെ എഴുതി വെക്കുക. ടു കാൽക്കുലേറ്റ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. To calculate the degree of dissociation of weak electrolyte. To calculate the degree of dissociation of weak electrolyte. To calculate the degree of dissociation of weak electrolyte. അതൊരു അപ്ലിക്കേഷൻ ആണ് അല്ലേ? എങ്ങനെയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാണുക? ഡയറക്റ്റ് ഒരു ഇക്വേഷൻ ആണ്. ചെറിയൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ചേ മക്കളെ, ബോർഡിൽ ശ്രദ്ധിച്ചേ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷന്റെ സിമ്പല് നമ്മൾ ഇതിനെ കണ്ടു. എന്തായിരുന്നു? ആൽഫ. ആൽഫ കാണാൻ നമ്മുടെ ഇക്വേഷൻ ഉണ്ട്. ആൽഫ ഈക്വൽ ടു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് എന്തിൽ മാറ്റം വരും? പറയൂ. കോൺസെൻട്രേഷൻ മാറുന്നതനുസരിച്ച് എന്തിൽ മാറ്റം വരും? ഡിഗ്രി ഓഫ് ഡിസോസിയേഷനിൽ മാറ്റം വരും. നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കാര്യം പറഞ്ഞു അല്ലെ? വീക്ക് ഇലക്ട്രോലൈറ്റിൽ നമ്മൾ എന്താ പറഞ്ഞേ? ഡൈല്യൂഷൻ നടക്കും തോറും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ പറയൂ കൂടും. കോൺസെൻട്രേഷൻ കുറയും തോറും ആൽഫ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് അയോൺസിന്റെ എണ്ണം എന്ത് വരണേ? പറയൂ. അതുകൊണ്ടാണ് അയോൺസിന്റെ എണ്ണം എന്ത് വരണേ? ഒക്കെ പറയടാ, കൂടുതൽ വരണേ. അതുകൊണ്ടാണ് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യണേ? കൂടുന്നത്. അപ്പൊ കോൺസെൻട്രേഷനും പിന്നെ ആരാണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും തമ്മിൽ എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. ആരാ? കോൺസെൻട്രേഷനും ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും തമ്മിൽ എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്കൊരാഗ്രഹം, ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിലുള്ള എന്തറിയണം? ആൽഫ അറിയണം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അറ്റ് എ പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ. ഒരു ഗിവൺ കോൺസെൻട്രേഷനിലുള്ള എന്തറിയണം? ആൽഫ അറിയണം എന്ന് കരുതുക. കോൺസെൻട്രേഷൻ മാറുന്നതനുസരിച്ച് എന്ത് മാറും? ആൽഫ മാറും. കോൺസെൻട്രേഷൻ മാറുന്നതനുസരിച്ച് എന്താണ്? ആൽഫ മാറും. നമ്മുടെ ആഗ്രഹം എന്താണ്? ഒരു ഗിവൺ കോൺസെൻട്രേഷനിലുള്ള എന്ത് കിട്ടണം? ഒരു ഗിവൺ കോൺസെൻട്രേഷനിലുള്ള എന്ത് കിട്ടണം? പറയേ, ആൽഫ കിട്ടണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആ കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റി, കുഴപ്പമില്ലല്ലോ, ആ കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? ഏത് കോൺസെൻട്രേഷനിലത്തെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണോ നമുക്ക് വേണ്ടത്, ആ കോൺസെൻട്രേഷനിലുള്ള എന്ത് മോളാർ കണ്ടക്ടിവിറ്റിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൽഫ കിട്ടും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കിട്ടും. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏത് കോൺസെൻട്രേഷനിലുള്ള എന്ത് കണ്ടെത്താം? ആൽഫ കാൽക്കുലേറ്റ് ചെയ്യാം. ഏത് കോൺസെൻട്രേഷനിലുള്ള എന്ത് കണ്ടെത്താം? ആൽഫ കാൽക്കുലേറ്റ് ചെയ്യാം. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഈ ഇക്വേഷൻ മാത്രം എഴുതി വെച്ചാൽ മതി. നാളെ വരുമ്പോൾ പഠിക്കണം കേട്ടോ. എന്താ പഠിക്കാനുള്ളത് എഴുതി കേട്ടോ.
ഇന്നെങ്കിൽ ഇപ്പൊ എക്സ്ട്രാ വന്നിട്ടുള്ളത് മാത്രമാണ് ആൽഫ ഈക്വൽ ടു ലാംഡ എം സി ഡിവൈഡഡ് ബൈ എന്താ ലാംഡ 0 എം. ഓക്കെ, ലാംഡ എം സി ഡിവൈഡഡ് ബൈ ലാംഡ എം 0, അതായത് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എ ഗിവൺ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എന്താണ് ഇൻഫിനൈറ്റ് ഡൈലൂഷൻ, അല്ലെങ്കിൽ വേറൊരു പേരെന്താ ലാംഡ എം സീറോന്റെ വേറൊരു പേരെന്താ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. എന്താ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞേ? ദ മാക്സിമം ലിമിറ്റിംഗ് വാല്യൂ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് അല്ല വെൻ ദ കോൺസെൻട്രേഷൻ അപ്രോച്ചസ് 0 ഓർ ഇൻഫിനൈറ്റ് ഡൈലൂഷൻ. ശരിയല്ലേ? അത് മറക്കരിക്കോട്ടെ അൽവിന കേട്ടാ. ഇന്ന് ചോദിച്ചപ്പോ കിട്ടിയില്ലേ അത്? ഒരു ദിവസം പഠിക്കണ അടുത്ത ദിവസം ഈ മറക്കല്ല കേട്ടാ. ആ ചാപ്റ്റർ മൊത്തത്തിൽ എന്ത് ചെയ്യുക, എപ്പോഴും വായിച്ചു വരിക. പഠിയിട്ടുണ്ടാ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം മാഷ് കൃത്യമായിട്ട് പറയാം കേട്ടോ, വീണ്ടും പറയുക, നല്ല പോലെ എന്ത് ചെയ്യുക, നല്ല പോലെ എന്ത് ചെയ്യുക, പഠിക്കട്ടോ. നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്നത് എന്ത് ചെയ്യണം, മാക്സിമം ഇത്തവണ ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പൊ എന്താ ഒരു പ്രശ്നം എന്നറിയോ? ഇപ്പോഴും നിങ്ങളുടെ ബാച്ചിനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം മാഷ് ജനുവരി മുതൽ പറഞ്ഞു തുടങ്ങിയതാ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എന്ത് മാറിയിട്ടുണ്ട്, പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇതിപ്പോ എന്താ നിങ്ങളെ സംബന്ധിച്ചൊരു പ്രശ്നം വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ തവണ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. നിങ്ങളെ കുറിച്ച് ടെൻഷൻ അടിച്ചാണ്, നിങ്ങൾക്കും അറിയാം ഒരു പരിധി വരെ. കാരണം എന്തുകൊണ്ടാ, നിങ്ങളുടെ പേപ്പറിന്റെ പാറ്റേൺ ആണ് എന്ത് ചെയ്തേ, കാര്യമായിട്ട് മാറിയത്. മോഡലിലും അതിന്റെ എഫക്ട് ഉണ്ടായിരുന്നു, ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരുന്നു. ഉണ്ടോ? ശരിയല്ലേ? നമ്മൾ പ്രീവിയസിൽ ചെയ്ത സാധനങ്ങളാണോ ക്രിസ്മസ് എക്സാമിന് വന്നിരുന്നേ? അല്ലേ? നമ്മള് അല്ലെങ്കിൽ മോഡലിന്റെ സമയമാകുമ്പോഴേക്കും അങ്ങനത്തെ സാധനങ്ങളല്ല വന്നിരുന്നു. നമ്മൾ എടുക്കുന്ന രീതി തന്നെ മാറ്റിയിരുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് ആപ്ലിക്കേഷനിലേക്ക് പോകേണ്ടി വന്നിരുന്നു. ആണോ? എന്നിട്ട് അത് ഇപ്പൊ കിട്ടിയ മാർക്കൊക്കെ ഇങ്ങനെ കിട്ടിയെന്ന് നമുക്കറിയാം. ശരിയല്ലേ? അത്യാവശ്യം വർക്ക് എടുത്തിട്ടുണ്ട്. കൂടുതൽ വർക്ക് നടന്ന എവിടെയാ? ഒരു ജാനുവരിക്ക് ശേഷമാണ്. ശരിയല്ലേ? മറ്റേത് ഈസി ആയിട്ട് പോകണ്ടായിരുന്നു നമ്മള്. കറക്റ്റ് അല്ലേ പറയണത്? പിന്നെ ഈ പാറ്റേൺ മാറി ഇപ്പൊ കംപ്ലീറ്റ് കാര്യങ്ങൾ എന്താ തകിടം പറഞ്ഞു. അതിൽ കുറെ പേര് എന്താണ് താഴെ പോയിട്ടുണ്ട്. ശരിയല്ലേ? മാഷിന് ഏറ്റവും വലിയ വിഷമമുള്ള കാര്യം മാർക്ക് കിട്ടിയ ആൾക്കാരുടെ മാർക്ക് എന്ത് ചെയ്യുക, കുറയുക എന്നുള്ളത്. പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഈ ആർദ്രയുടെ മാർക്കൊക്കെ നോക്കി ഇനി നാളെ നിർത്തി പോകണ്ടാ പറയുമ്പോ അല്ലെ എവിടെയോ ഒന്ന് നിൽക്കണേ നമ്മള് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ 1-2 ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പറയണത് എന്താ, പരീക്ഷ എന്തായിക്കൊണ്ടിരിക്കുക, കൂടുതൽ ഡിഫിക്കൽട്ട് ആവുക. അപ്പൊ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യാണ്, നിങ്ങൾ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, പരീക്ഷ ബുദ്ധിമുട്ടാവണു. നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യണു, നിങ്ങൾ പഠിപ്പൊക്കെ ഡൗൺ ആക്കുകയും ചെയ്യണു. അപ്പൊ കിട്ടണ റിസൾട്ട് ഭയങ്കര മോശമായിരിക്കും. നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ പറയുന്നത്? ഇതിപ്പോ എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എഴുതിയ പരീക്ഷ ഉണ്ടല്ലോ മാർച്ചില്, അത് എങ്ങനത്തെ പേപ്പർ വന്നു, പഴയ പോലെ വന്നു അല്ലേ? പഴയ പോലെ തന്നെയാ വന്നേ, കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. ഞാൻ മാത്സിന്റെ മാർക്ക് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോ കുറെ പേര് ഏറ്റുന്നു അല്ലേ, കുറെ പേർക്ക് മാത്സിൽ നല്ല മാർക്ക് ഉണ്ട്. അതെന്താ കുറെ ബേസ് അല്ലേ? അല്ലെങ്കിൽ മെസ്സേജ് ഉണ്ടായിരുന്നു അല്ലേ, ഒക്കെ ടെക്സ്റ്റ് ബേസ്ഡ് ആയിരുന്നു പറഞ്ഞിട്ട്. അവിടെ പേപ്പർ മാറിയില്ല. കെമിസ്ട്രി മാറിയിട്ടില്ല, എന്നിട്ട് മാർക്ക് കുറഞ്ഞു. ഫിസിക്സും ഡെറിവേഷൻസ് ഒക്കെ കുറെ വന്നു പഠിച്ചത് ഇല്ലേ? ഞാൻ ഉള്ള കാര്യം പറയാം, ഫിസിക്സ് +2കാരുടെ പേപ്പറിലൊന്നും എന്തില്ല ഇപ്രാവശ്യം, ഡെറിവേഷൻസ് ഇല്ല. മറ്റേത് നമുക്കറിയാം, ഡെറിവേഷൻസ് പഠിച്ച 10-40 മാർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാം. നമ്മുടെ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഫ്രീ ഫാളൊക്കെ ഉണ്ടായിരുന്നോളൂ അല്ലേ? ഫ്രീ ഫാളൊക്കെ നമ്മൾ എഴുതി മതിയായിട്ടുള്ള ഡെറിവേഷൻ ആയിരുന്നു. അതിന്റെ മാർക്ക് വന്നിട്ടുണ്ട്. പക്ഷെ മാഷ് പറയണ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി അടുത്ത പരീക്ഷയ്ക്ക് പോകുമ്പോ എന്ത് മാറും ശ്രദ്ധിക്കോ? ഇനി അടുത്ത പരീക്ഷയ്ക്ക് പോകുമ്പോ എന്ത് മാറും, പേപ്പറിന്റെ എന്ത് മാറും, ട്രെൻഡ് മാറും. കളിച്ച് പോയി കഴിഞ്ഞാൽ മാർക്ക് വല്ലാണ്ട് കുറയും. മനസ്സിലാവുണ്ടോ പറയുന്നത്? അപ്പൊ നിങ്ങൾ നല്ലപോലെ എന്ത് ചെയ്യുക, പഠിക്കുക. തോൽക്കും ചെയ്യൂട്ടാ, മനസ്സിലായ? അപ്പൊ അത് ശ്രദ്ധിക്കുക, തോൽവിക്ക് എത്താം അവസാനം. അപ്പൊ നല്ലപോലെ എന്ത് ചെയ്യുക, പഠിക്കുക എന്തായാലും കേട്ടോ. അപ്പൊ ഇത് പഠിച്ചു വരാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വരിക. ആ പഠിക്കാനുള്ള സാധനം എഴുതി വെച്ചാൽ ഇത് ആകെ ഓരോ വരിക്കാണ് എഴുതി തരണം, ഓരോ ദിവസം പഠിക്കാൻ എഴുതി വെച്ചാൽ. ആൽഫ ഈക്വൽ ടു എന്താ, ലാംഡ എം സി ഡിവൈഡഡ് ബൈ എന്താ, ലാംഡ എം 0. അതിന്റെ ടേംസ് എഴുതി വെക്കുക. എന്താ ലാംഡ എം സി? മോളാർ കണ്ടക്ടിവിറ്റി ഇൻ എ ഗിവൺ കോൺസെൻട്രേഷൻ. ലാംഡ എം 0 പിന്നെ നമുക്കറിയാം എന്താ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ആ ടേംസ് എഴുതി വെക്കുക കേട്ടോ. ആ ടേംസ് കൃത്യമായിട്ട് മാർക്ക് വയ്ക്കുക. ഈ ചാപ്റ്ററിന്റെ എന്താ ഒരു പ്രോബ്ലം വേണമെങ്കിൽ ഇതിന് ചെയ്യാം. ഇതും കൂടെ അവിടെ ചെയ്തിട്ട് നമുക്ക് അടുത്തേക്ക് എഴുതാം. ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ ആൻഡ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻസ് ആൻഡ് എന്താ, ഇലക്ട്രോളിസിസ്.
ഹെഡിങ് കൊടുത്തേ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻസ് ആൻഡ് ഇലക്ട്രോളിസിസ്. ഇതാണ് എന്ത് വരുന്നത്, അടുത്ത ഹെഡിങ് വരുന്നത്. ശ്രദ്ധിച്ചേ, നമ്മൾ ഇതുവരെ ഈ പാഠത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന കൺവേർഷൻസ് മുഴുവൻ എന്തായിരുന്നു? കെമിക്കൽ എനർജി എന്തായിട്ട് മാറുക? പറയോ, കെമിക്കൽ എനർജി എന്തായിട്ട് മാറുക? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? എന്തായിട്ട് മാറുക? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്ന കാര്യമാണ് പറഞ്ഞത്. അതിന് ഉപയോഗിക്കുന്ന ഡിവൈസിനെ വിളിച്ച പേരെന്താ? ഇലക്ട്രോ കെമിക്കൽ സെൽ. അതിന് ഉപയോഗിച്ച ഡിവൈസിനെ വിളിച്ച പേരെന്താ? ഇലക്ട്രോ കെമിക്കൽ സെൽ. ശരിയല്ലേ? ആ സെക്ഷൻ ഇവിടെ തീരുകയാണ്, ഇതോടുകൂടെ തീരുകയാണ്. എന്ത്? കെമിക്കൽ എനർജീനെ എന്താക്കിയിട്ട് മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റുന്ന ആ ഒരു മൊത്തത്തിലുള്ള ഭാഗം എന്താ? തീർന്നു. ഇനി പുതിയ സാധനം വരികയാണ്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ മാഷ് സ്റ്റാർട്ടിങ്ങിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഒന്നെന്താ? കെമിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. രണ്ടാമത്തെ സെക്ഷൻ എന്താ? ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അപ്പൊ ആദ്യത്തെ സെക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നാളത്തോടെ ഈ പാഠം എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. അപ്പൊ ഇനി ഇവിടെ നടക്കുന്ന കാര്യം എന്താ? ഇവിടെ നടക്കുന്ന നേരെ തിരിച്ചാണ്. കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇൻടു ആരാ? കെമിക്കൽ എനർജി. എന്താണ് കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇൻടു ആരാണ്? കെമിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കെമിക്കൽ എനർജി ഉണ്ടാക്കുന്നു. അതായത് ചില കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഇലക്ട്രിസിറ്റി കൊടുക്കണം. 10ലൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അത് നടപടിയാക്കി തരുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻസ് എന്നല്ല കേട്ടോ, സോറി, ഇലക്ട്രോളിറ്റിക് സെല്ല്. ഇലക്ട്രോളിറ്റിക് സെൽസ് എന്നാണ് ഹെഡിങ് ഒന്ന് മാറ്റുക. ഇലക്ട്രോളിറ്റിക് സെൽസ്. ആ ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോളിറ്റിക് സെൽ. അപ്പൊ ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോ കെമിക്കൽ സെൽ എന്തായിരുന്നു ഡെഫിനിഷൻ പറഞ്ഞേ? എന്ത്? ഇലക്ട്രോ കെമിക്കൽ സെൽ, ദ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് chemical energy to electrical energy. Electrolytic cell എന്താ? The device used to convert electrical energy into എന്താ? Chemical energy. ആദ്യത്തെ ഡെഫിനിഷൻ ആണ് കൊടുത്തേ. ഇലക്ട്രോളിറ്റിക് സെൽ. ഇലക്ട്രോളിറ്റിക് സെൽ എന്താ? ഇലക്ട്രോളിറ്റിക് സെല്ല് the device used to convert the device used to convert the device used to convert എന്താണ്? Electrical energy into chemical energy. The device used to convert electrical energy to chemical energy. ബോർഡിൽ ശ്രദ്ധിക്കുക. ഇപ്പൊ 10ലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? ഇലക്ട്രോളിസിസ് പഠിച്ചിട്ടുള്ളതാണ്. ഇതാ ഒരു പാത്രം എടുത്തു, നമ്മള് ഒരു പാത്രം എടുത്തു. ഓക്കെ, ആകെ ഒരു പാത്രം എടുക്കുന്നുള്ളൂ കേട്ടാ, ശ്രദ്ധിക്കുക. ഇതിൽ നമ്മൾ എന്തെടുക്കുകയാണ്? നമ്മള് NaCl സൊല്യൂഷൻ ആണ് എടുക്കുന്നത്. എന്ത് സൊല്യൂഷൻ എടുക്കുന്നത്? NaCl സൊല്യൂഷൻ. അത് മോൾട്ടൺ സ്റ്റേറ്റിലാവാം, അല്ലെങ്കിൽ എന്താവാം? അക്വസ് സ്റ്റേറ്റിലാവാം. മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉരുകിയ അവസ്ഥ. അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ NaCl നമ്മൾ ഇതിൽ മിക്സ് ചെയ്യും, വാട്ടറിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാം. ഇതിലെ അപ്പൊ ഇവിടെ ആകെ എത്ര പാത്രമേ ഉള്ളൂ? ഒരു പാത്രമേ ഉള്ളൂ. ആകെ എത്ര പാത്രമേ ഉള്ളൂ? ഒരു പാത്രമേ ഉള്ളൂ. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നമ്മൾ എത്ര പാത്രം കണ്ടു? 2 പാത്രം കണ്ടു. ഒരു ആനോഡും ഒരു കാഥോഡും. ഇവിടെ ആകെ ഒരു പാത്രമേ ഉള്ളൂ. ആ ഒരു പാത്രത്തിലേക്ക് നമ്മളൊരു ഇലക്ട്രോഡിനെ ഇറക്കി വെക്കുക. NaCl സൊല്യൂഷനിലേക്ക് നമ്മളൊരു ഇലക്ട്രോഡിനെ ഇറക്കി വെച്ചു. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, പുതിയതല്ല. അതേ പാത്രത്തിലേക്ക് തന്നെ വേറൊരു ഇലക്ട്രോഡിനെ എന്ത് ചെയ്തു? ഇറക്കി വെക്കുക. അപ്പൊ എത്ര ഇലക്ട്രോഡുകൾ വെച്ചു? അവിടെ 2 ഇലക്ട്രോഡുകൾ വെച്ചു. എന്നിട്ട് എങ്ങനെ കണക്ട് ചെയ്യണേ? ഒരു ബാറ്ററിയിലേക്കാണ് കണക്ട് ചെയ്യണേ. എങ്ങനെ കണക്ട് ചെയ്തേ? ഒരു ബാറ്ററിയിലേക്ക് എന്ത് ചെയ്തു? പിടിച്ച് കണക്ട് ചെയ്തു. കുഴപ്പമില്ലല്ലോ. ഇത് ബാറ്ററിയുടെ ഏത് ടെർമിനലാ? ഇത് ബാറ്ററിയുടെ ഏത് ടെർമിനലാ? പോസിറ്റീവ് ടെർമിനൽ. ഇത് ബാറ്ററിയുടെ ഏത് ടെർമിനലാ? നെഗറ്റീവ് ടെർമിനൽ. അപ്പൊ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ആണ് ഈ ഇലക്ട്രോഡിലേക്ക് കണക്ട് ചെയ്തതാണ്. ഈ ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേര് ആണ് അപ്പോ എന്ത്? ആനോഡ്. ആനോഡിന്റെ ചാർജ് എന്താ? പോസിറ്റീവ്. മറ്റേത് എന്തായിരുന്നു? ഇതെന്താ? നെഗറ്റീവ് ആണ് അല്ലെ? അപ്പൊ നെഗറ്റീവ് ആണ് നമ്മളിവിടെ കണക്ട് ചെയ്തതാണ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കാഥോഡ്. അപ്പൊ ആനോഡും കാഥോഡും. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലും. പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുന്ന ഇലക്ട്രോഡാണ് എന്ത്? ആനോഡ്. അപ്പൊ ആനോഡ് നാളെ ഒരു പഠിച്ചു പറഞ്ഞാൽ എഴുതി തരാം. എന്താ ആനോഡ്? ഇലക്ട്രോളിറ്റിക് സെല്ലിൽ എന്താ ആനോഡ്? ദ ടെർമിനൽ അല്ല, ദ ഇലക്ട്രോഡ് വിച്ച് കണക്റ്റഡ് ടു ആരാ? എഴുതാൻ പറ്റേ? ദ ഇലക്ട്രോഡ് വിച്ച് കണക്റ്റഡ് ടു ആരാ? പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ സെൽ ഈസ് കോൾഡ് anode. The electrode which is connected to the negative terminal of the cell is called cathode. Okay. അപ്പൊ NaCl സൊല്യൂഷൻ ഇതിന്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ. നമ്മൾ കറണ്ട് കണക്ക് കിട്ടും. അപ്പൊ എന്താ സംഭവിക്കുക? ഇതിലുള്ള NaCl
എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയാം. അവരെന്ത് ചെയ്യും? Na+, കറണ്ടിലൂടെ കടന്നു പോകണ്ടേ, കറണ്ടിലൂടെ കടന്നു പോകണം. അപ്പൊ എന്ത് ചെയ്യും? NaCl എന്നുള്ളത് ആരായിട്ട് സ്പ്ലിറ്റ് ആവും? Na+ഉം Cl-ഉം. NaCl എന്നുള്ളത് ആരായിട്ട് സ്പ്ലിറ്റ് ആവും? Na+ഉം Cl- ആയിട്ട് സ്പ്ലിറ്റ് ആവും. എന്നിട്ട് Cl- ഏത് ഇലക്ട്രോഡിലേക്കായിരിക്കും പോകാൻ സാധ്യത? ആനോഡിലേക്കായിരിക്കും കാഥോഡിലേക്കായിരിക്കും? Cl- എങ്ങടാ പോകാൻ സാധ്യത? ആനോഡിലേക്ക് അല്ലേ. The anions will flow to the anode and cations will flow to the cathode. കുഴപ്പമില്ലല്ലോ. ആനോൺസ് എങ്ങോട്ടാ? ആനോഡിലേക്കും കാറ്റയോൺസ് എങ്ങോട്ടാ? കാഥോഡിലേക്ക്. അപ്പൊ ആക്ച്വലി ഇവിടെ എന്താ സംഭവിച്ചത്? ബാക്കി നമുക്ക് പറയാം. ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ NaCl എന്നുള്ളത് എന്തായി? സ്പ്ലിറ്റ് ആയി. NaCl എന്നുള്ളത് എന്തായി? സ്പ്ലിറ്റ് ആയി. സ്പ്ലിറ്റ് ആവണതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡീകമ്പോസിഷൻ. എന്താണ്? ഡീകമ്പോസിഷൻ. അപ്പൊ എന്താ സംഭവിച്ചത്? നമ്മള് ഇലക്ട്രിസിറ്റി കൊടുത്തപ്പോ അതിന്റെ ഉള്ളിലുള്ള കോമ്പൗണ്ട് എന്ത് ചെയ്തു? ഡീകമ്പോസ് ചെയ്തു. ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്തപ്പോ അതിന്റെ ഉള്ളിലുള്ള കോമ്പൗണ്ട് എന്ത് ചെയ്തു? ഡീകമ്പോസ് ചെയ്തു. കുഴപ്പമില്ലല്ലോ. അപ്പൊ ആ ഇലക്ട്രോലൈറ്റ് ഡീകമ്പോസ് ചെയ്യാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ ഈ പ്രോസസ്സിന് നമ്മൾ ഈ കറണ്ട് കൊടുത്തിട്ടാണ് ഈ കെമിക്കൽ റിയാക്ഷൻ നടന്നത് അല്ലെ. അല്ലെങ്കിൽ ഇത് നടക്കുമോ? സ്പ്ലിറ്റ് ആവോ? ഇല്ല. അവിടെ Na+ഉം Cl- ആയിട്ട് NaCl ആയിട്ട് നിൽക്കും, അല്ലേ, സോൾട്ട് ആയിട്ട് നിൽക്കും. അപ്പൊ എങ്ങനെ പറയാം? നമുക്ക് ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോളിസിസ്. അപ്പൊ ഫസ്റ്റ് ഡെഫിനിഷൻ എഴുതുക. ദ ഡികമ്പോസിഷൻ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്. ദ ഡികമ്പോസിഷൻ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്. ഡെഫിനിഷൻ കൊടുക്കുക. ദ ഡികമ്പോസിഷൻ of an electrolyte. The decomposition of an electrolyte. എങ്ങനെയാ? The decomposition of an electrolyte by the passage of ആരാണ്? By the passage of electricity. By the passage of electricity. The decomposition of an electrolyte by the passage of electricity is called the ഇലക്ട്രോളിസിസ്. അപ്പൊ നമ്മളൊക്കെ പഠിക്കാനുള്ള കാര്യമില്ല. ഓരോ വരിക്ക് എഴുതി തരണല്ലോ. ആനോട് ആദ്യം എഴുതണ്ട, നമുക്ക് ഇലക്ട്രോളിസിസ് ആദ്യം എഴുതാം. ഇലക്ട്രോളിസിന്റെ ഡെഫിനിഷൻ പഠിക്കാം. ഇലക്ട്രോളിസിസ് ഓരോ വരിക്ക് പഠിക്കാനുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വരും കേട്ടോ. ഒന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് പറഞ്ഞേ എന്താ ഇലക്ട്രോളിസിസ്? The decomposition of an electrolyte by the passage of electricity. ഒന്നുകൂടെ പറഞ്ഞേ, എന്താ ഇലക്ട്രോളിസിസ്? The decomposition of electrolyte by the passage of electricity. ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോളിസിസ്. ഇനി ആ നോട്ട് കംപ്ലീറ്റ് ചെയ്യാം. എന്താണ് ആനോഡ്, എന്താണ് കാഥോഡ് അല്ലെ? എന്താണ് ആനോഡ്? The electrode which connected to the positive terminal of the cell. എഴുതി വെച്ചേ ആനോഡ്. എന്താ ആനോഡ്? The electrode which connected to the positive terminal of the cell. ആനോഡ് എന്ന് എഴുതുക, ഒരു ഹൈഫൺ ഇടുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. The electrode which connected to the positive terminal of the cell. The electrode which connected to the positive terminal of the cell. Positive terminal of the cell. ബ്രാക്കറ്റിൽ അപ്പൊ എഴുതുക, ബ്രാക്കറ്റിൽ കൃത്യമായിട്ട് എഴുതുക. ആനോഡിന്റെ ചാർജ് എന്താ? ആനോഡിന്റെ ചാർജ് എന്താ? ഏത് പ്രോസസ്സില്? ഇലക്ട്രോളിസിസില് ആനോഡിന്റെ ചാർജ് എന്താ? പോസിറ്റീവ് ആണ്. ഇലക്ട്രോളിസിസിൽ ആനോഡിന്റെ ചാർജ് എന്താ? പോസിറ്റീവ് ആണ്. ഏതിലാ നെഗറ്റീവ്? ഇലക്ട്രോ ഏത് സെല്ലിലാ? ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ എന്താ? നെഗറ്റീവ് ആണ്. എതിർപ്പില്ലല്ലോ. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ എന്താ? നെഗറ്റീവ് ആണ്. ക്ലിയർ? സംശയമില്ലല്ലോ. ഓക്കെ. ഇനി കാഥോഡും കൂടെ എഴുതിക്കോ. കാഥോടൊപ്പം നിങ്ങൾക്ക് തനിയെ എഴുതാവുന്നുള്ളൂ. അപ്പൊ ആനോഡായി, കാഥോഡ് എഴുതാം. കാഥോഡ് എന്താ? The electrode which connected to the ഏത് ടെർമിനലാ? നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ സെൽ. The electrode which connected to the negative terminal of the cell ആണ് എന്ത്? നമ്മുടെ കാഥോഡ്. ലാസ്റ്റ് സെക്ഷനോടെ പറയാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ശ്രദ്ധിച്ചേ. ഇപ്പൊ കറണ്ട് കടത്തി വിട്ടു. ശ്രദ്ധിക്കോ? അതെല്ലാം ശ്രദ്ധിക്കണം. കറണ്ട് കടത്തി വിട്ടു. കറണ്ട് കടത്തി വിട്ടപ്പോ എന്താ ഉണ്ടായത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ കറണ്ട് കടത്തി വിട്ടപ്പോ എന്താ ഉണ്ടായത്? NaCl Na+ഉം Cl- ആയിട്ട് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ആയി. ഈ സ്പ്ലിറ്റ് ആവണെ വിളിച്ച പേരെന്താ? ഡീകമ്പോസിഷൻ. അപ്പൊ ഈ ഇലക്ട്രോളിസിസ് നടക്കുമ്പോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളിപ്പോ പറഞ്ഞു എന്താ? ഡീകമ്പോസിഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ അയണൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്? അയണൈസേഷൻ.
അയണൈസേഷൻ അല്ലെങ്കിൽ എന്തെന്ന് പറയാം, നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ച വാക്ക് ഡിസോസിയേഷൻ. അയണൈസേഷൻ അല്ലെങ്കിൽ എന്താണ്? ഡിസോസിയേഷൻ. ശരിയല്ലേ? ഡിസോസിയേറ്റ് അല്ലേ ചെയ്തേ? Na+ എന്തായിട്ട് മാറി? Na+ Cl- ആയിട്ട് മാറി, അയോൺസ് ആയിട്ട് മാറിയത് അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് മാഷിപ്പ് എന്താ പറഞ്ഞത്? രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞത് ആനിയോൺസ് എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും? ആനോഡിലേക്കും. കാറ്റയോൺസ് എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും? കാഥോഡിലേക്കും മൈഗ്രേറ്റ് ചെയ്യും. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? സെക്കൻഡ് സ്റ്റെപ്പ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. എന്താണ്? മൈഗ്രേഷൻ ഓഫ് അയോൺസ് അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. പല സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇവിടെ ശ്രദ്ധിക്കുക, പിന്നെ ശ്രദ്ധിക്കുക, ശ്രദ്ധ കളയല്ലേ, മാർക്ക് പോത്തൊക്കെ നേരെ മതി. ഇതാ ശ്രദ്ധിക്കുക. അപ്പൊ എന്താ? മൈഗ്രേഷൻ ഓഫ് അയോൺസ്. അയോൺസ് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണുകളിലേക്ക് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്യും. മൂന്നാമത്തെ സ്റ്റെപ്പ് മൈഗ്രേറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നുള്ളതാണ് നോക്കാം. Cl- എങ്ങടാ പോയത്? പറഞ്ഞേ, Cl- എങ്ങടാ പോയത്? ആനോഡിലേക്കാ കാഥോഡിലേക്കാ? ആനോഡിലേക്ക്. ആനോഡിന്റെ ചാർജ് എന്താ? ആനോഡിന്റെ ചാർജ് എന്താ? പോസിറ്റീവ്. Cl- ആനോഡിലേക്ക് പോയിട്ട് എന്താ സംഭവിക്കുക? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ആനോഡിൽ നടക്കുന്ന പ്രോസസ് എന്താ? പറഞ്ഞേ. ആനോഡിൽ നടക്കുന്ന പ്രോസസ് എന്താ? ഓക്സിഡേഷൻ അല്ലെങ്കിൽ എന്താ? ലോസ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ Cl- എങ്ങോട്ട് പോയി? പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക് പോയി. അവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ആണ് അല്ലേ? എന്നിട്ട് ക്ലോറിൻ എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോൺ എവിടേക്ക് വിട്ടുകൊടുത്തു? എവിടേക്ക് വിട്ടുകൊടുത്തു? ആനോഡിലേക്ക്. പറയൂ, ആനോഡിലേക്ക് വിട്ടുകൊടുത്തു. എന്നിട്ട് എന്തായി? Cl- ഉള്ളത് ആരായി? Cl ആയി. പക്ഷെ Cl ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. ഒറ്റയ്ക്ക് നിൽക്കുവോ? ഇല്ല. രണ്ട് Cl ചേർന്നിട്ട് എന്തായിട്ട് മാറും? Cl2 ആയിട്ട് മാറും. അപ്പൊ ഈ പാത്രത്തിൽ നിന്ന് ഈ ഇലക്ട്രോണിന്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഏത് ഗ്യാസ് വരാൻ തുടങ്ങും? ഏത് ഗ്യാസ് വരാൻ തുടങ്ങും? ക്ലോറിൻ ഗ്യാസ് വരാൻ തുടങ്ങും. ഏത് ഗ്യാസ് വരാൻ തുടങ്ങും? ക്ലോറിൻ ഗ്യാസ് വരാൻ തുടങ്ങും. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഒന്ന് പറഞ്ഞ്, അവിടെ ആനയോൺ ആരാ? ആനയോൺ എന്ന് പറഞ്ഞ നെഗറ്റീവ് ചാർജുള്ള അയോൺ. ആനയോൺ ആരാ? Cl-. എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാ? ആനോഡിലേക്ക്. ആനോഡിൽ എന്താ സംഭവിച്ചത്? Cl- ഓക്സിഡേഷൻ, ലോസ് ഓഫ് ഇലക്ട്രോൺ അല്ലേ? എന്നിട്ട് Cl- എന്നുള്ളത് ആരായി? Cl ആയി. എന്നിട്ട് രണ്ട് Cl ചേർന്ന് ആരായി? Cl2 ആയി. അപ്പൊ നമുക്ക് ഇവിടെ എത്തിയിട്ട് അപ്പൊ എന്താ സംഭവിച്ചത്? ഇവിടെ ആക്ച്വലി Cl- ആയിട്ടാ പോയത് അല്ലേ? മൈനസ് ആയിട്ടല്ലേ പോയത്? ആണോ? ഇപ്പൊ മൈനസ് ഉണ്ടോ? ന്യൂട്രൽ അടിച്ചില്ലേ? അവൻ അടിച്ചോടാ, അടിച്ചു. അപ്പൊ അവന്റെ ചാർജ് ഡിസ്ചാർജ് ചെയ്തു. എന്താണ്? അവന്റെ ചാർജ് എന്ത് ചെയ്തു? ഡിസ്ചാർജ് ആയി. ശരിയല്ലേ? അവന്റെ ചാർജ് എന്തായി? ഡിസ്ചാർജ് ആയി. നോക്കിയേ, Cl- ആയിരുന്നു. അവൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തോടുകൂടെ എന്തായി? Cl ന്യൂട്രൽ ആയി. അവന്റെ ചാർജ് എത്രയാ? 0. അപ്പൊ ഡിസ്ചാർജിങ് ഓഫ് ചാർജ്. അല്ലെങ്കിൽ സോഡിയത്തിന്റെ കേസിൽ നോക്കാം. സോഡിയം ആനോണ കാറ്റയോണാ? സോഡിയം ആനോണ കാറ്റയോണാ? പറയൂ. കാറ്റയോൺ. എങ്ങോട്ടാ മൈഗ്രേറ്റ് ചെയ്യാ? കാഥോഡിലേക്ക്. കാഥോഡിന്റെ ചാർജ് എന്താ? അപ്പൊ അവിടെ നിറച്ച് എന്താന്ന് കൂട്ടിക്കോ? മൈനസ് എന്ന് പറയുമ്പോ. മൈനസ് എന്ന് പറയുമ്പോ എന്ത് കൂട്ടിക്കോ? മൈനസ് ആണ്, ഇലക്ട്രോൺസ് ആണ്. അവൻ പോയിട്ട് എന്ത് ചെയ്യും? ആരനെ മേടിക്കും. ആരനെ മേടിക്കും? ഒരു ഇലക്ട്രോൺ മേടിക്കും. എന്നിട്ട് സോഡിയം ന്യൂട്രൽ ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് വരും. കണ്ടോ? അപ്പൊ സോഡിയത്തിന്റെ ഏത് ചാർജ് പോയി? സോഡിയത്തിന്റെ ഏത് ചാർജ് പോയി? പറയോ? പ്ലസ് ചാർജ്. സോഡിയത്തിന്റെ ഏത് ചാർജ് പോയി? അപ്പൊ ഇവിടെയും എന്താ? ചാർജ് ഡിസ്ചാർജ്. എന്താണ്? ചാർജ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡുകളിലേക്ക് പോയിട്ട് ഇവരുടെ ചാർജ് എന്ത് ചെയ്യാണ്? ഡിസ്ചാർജ് ചെയ്ത് പോവാണ്. അപ്പൊ തേർഡ് സ്റ്റെപ്പ് എന്താ സംഭവിക്കുന്നത് ഇലക്ട്രോളിസിസിലെ? ഡിസ്ചാർജ് ഓഫ് അയോൺസ് ഇൻ എന്താ? റെസ്പെക്റ്റീവ് ഇലക്ട്രോഡ്സ്. ഇൻ റെസ്പെക്റ്റീവ് ഇലക്ട്രോഡ്സ്. റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡുകളിലേക്ക് പോയിട്ട് ഇവരുടെ അയോൺസ് എന്ത് ചെയ്യും? ഇവരുടെ അയോൺസ് എന്ത് ചെയ്യും? അയോൺസിന്റെ ചാർജ് പറയേ ഡിസ്ചാർജ് ആവും. അതായത് അയോൺസിന്റെ ചാർജ് ക്യാൻസൽ ആവുകയാണ് അല്ലെ? മൈനസ് ഉള്ളത് പോയി, പ്ലസ് ഉള്ളത് പോയി, ന്യൂട്രൽ അടിച്ചത്. അപ്പൊ എന്തൊക്കെ ഫോം ചെയ്തു? സോഡിയം, പിന്നെ ആരാ? ആരൊക്കെ ഫോം ചെയ്തു? സോഡിയം, Cl. അപ്പൊ NaCl എന്നുള്ളത് ഇപ്പൊ എന്തായിട്ട് മാറി? NaCl എന്നുള്ളത് എന്തായിട്ട് മാറി? സോഡിയം സോളിഡ് സ്റ്റേറ്റിലും ക്ലോറിൻ ഗേഷ്യസ് സ്റ്റേറ്റിലും നമുക്ക് സ്പ്ലിറ്റ് ആയിട്ടാണ് കിട്ടി. എന്താ അതിന് ആദ്യം പറഞ്ഞ വാക്ക് എന്തായിരുന്നു? എന്താ ഇലക്ട്രോളിസിസ്? ഡീകമ്പോസിഷൻ. അപ്പൊ എന്താ ഇതിന്റെ ഫൈനൽ ഇക്വേഷൻ? ഇവിടെ നടന്ന ഫൈനൽ ഇക്വേഷൻ എന്താ? NaCl ആയിരുന്നു. അത് ആരായിട്ട് മാറി? പറഞ്ഞേ. Naയും അവിടെ ചാർജ് എഴുതണ്ട മാഷ്. ചാർജ് എഴുതണ്ട. ചാർജ് എഴുതുന്നില്ല. Naയും പിന്നെ ആരാ? Cl2. എന്താ എഴുതണ്ട ഇവിടെ? ഗ്യാസ് ആണ്. ബാലൻസ്ഡ് ആണോ? അല്ല. അപ്പൊ എന്ത് ചെയ്യണം? മുന്നിലെത്തിട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കും. ഇവിടെ എത്തിട്ട് കൊടുക്കും. ഇപ്പൊ ബാലൻസ്ഡ് ആയിട്ട്
ശരിയാണോ? പക്ഷെ ഇതും സെയിം ആണോ? ഈ സാധനവും സെയിം ആണോ? ഇത് സെയിം ആണോ? അല്ല, ഇതും സെയിം അല്ല. ശരിയല്ലേ? എന്തുകൊണ്ട്? ഇത് എന്ത് മാത്രമായിട്ടുള്ളൂ? ഇവിടെ വരുമ്പോഴാണ് കംപ്ലീറ്റ് എന്താവുക? ബാലൻസ്ഡ് ആവുക, കംപ്ലീറ്റ് ഡീകമ്പോസിഷൻ ആവും. ഇത് ജസ്റ്റ് എന്തായിട്ടേ ഉള്ളൂ? അയനൈസേഷൻ ആയിട്ടുള്ളൂ. ഇതൊരു ഘട്ടം മാത്രമാണ്. പിന്നെ അത് രണ്ട് സംഖ്യക്ക് പോയി അടുത്ത ഘട്ടം അല്ലെ, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ഘട്ടം, ഇലക്ട്രോണിനെ സ്വീകരിച്ചു, പിന്നെ ഡിസ്ചാർജ് ചെയ്ത് എന്തായി? ഫൈനല് അത് എന്തായിട്ട് മാറും? രണ്ട് സെക്ഷൻസ് ആയിട്ട് മാറും. അത് നമുക്ക് കാണാൻ പറ്റും. സോഡിയം കാഥോഡിന്റെ താഴെയും ആനോഡിന്റെ മുകളിലൂടെ ഏത് ഗ്യാസും പോവും? ക്ലോറിൻ ഗ്യാസും പോവും. കുഴപ്പമില്ലല്ലോ. ഇതിപ്പോ ഏത് മാത്രമേ ഉള്ളൂ എന്ന് കരുതുക? സൊല്യൂഷൻ അല്ലാണ്ട് ഇതിപ്പോ Na+ഉം അപ്പൊ മോൾട്ടൻ സ്റ്റേറ്റ് ആണ് കേട്ടാ. ഏതാണ് മോൾട്ടൻ സ്റ്റേറ്റ്? ഇതൊന്നുകൂടെ പറയാം, ഞാൻ ഇലക്ട്രോളിസിസ് പറയാൻ വേണ്ടി പറഞ്ഞതാ. ഇനി ഇത് പക്ക വെള്ളത്തിലാന്ന് കരുതുക. അപ്പൊ ഏതൊക്കെ അയോൺസ് വരും കറന്റ് കൊടുക്കുമ്പോ? ഇതിലെ ആരും കൂടി ഉണ്ടാവും വെള്ളമാകുമ്പോ? പറയാ, ആരും കൂടി ഉണ്ടാവും? H2O കൂടി ഉണ്ടാവില്ലേ? അപ്പൊ എന്താ വരിക? പറഞ്ഞ ആരൊക്കെ ഉണ്ടാവും? H+ വരും, OH- വരും, NaCl അപ്പൊ പറയേ Na+ വരും. ആരൊക്കെ ആനോഡിലേക്ക് പോകും? Cl- അവിടെ പോയിട്ട് യുദ്ധം നടക്കില്ലേ? ആനോഡിൽ പോയി കഴിഞ്ഞാൽ എന്തിനു വിട്ടുകൊടുക്കണം? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ളൊരു ഇത് വരും അവിടെ അല്ലെ. അവിടെ ആരുടെ കളി വരും? അല്ലെങ്കിൽ അത് പറയണം നല്ലത്, കാഥോഡിലേക്ക് പോണ കാര്യം പറയാം. H+ഉം Na+ഉം കൂടെ എങ്ങോട്ട് പോകും? കാഥോഡിന് എന്ത് കിട്ടണം? ആരെ വിജയിക്കുക? പറയാൻ പറ്റുമോ? രണ്ടുപേര് പോയിപ്പോ. എന്താ രണ്ടുപേര് വരാൻ കാരണം എന്താ? വെള്ളം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ആരുള്ളതുകൊണ്ടാ? വെള്ളമുള്ളതുകൊണ്ട്. ആരെ വിജയിക്കുക? ഇലക്ട്രോണിനെ പിടിച്ചു വാങ്ങാൻ കഴിവുള്ള ആള്. ഇലക്ട്രോണിനെ പിടിച്ചു വാങ്ങാനുള്ള കഴിവ് നമുക്ക് ഏത് വെച്ച് മനസ്സിലാക്കാം? ഉറക്കെ പറയടാ. ഏത് വെച്ചിട്ടാ? അതൊക്കെ മറന്നതൊക്കെ. എബിലിറ്റി ടു ഗെയിൻ ഇലക്ട്രോൺ. എന്താ മെഷർ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പൊ ആരാ വിജയിക്കുക? ആർക്കാണോ റിഡക്ഷൻ പൊട്ടൻഷ്യല് അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യല് കൂടുതലുള്ളത് അവൻ മാത്രമാണ് എവിടെ വർക്ക് ആവുള്ളൂ? കാഥോഡില് വർക്ക് ആവുള്ളൂ. അതിലേക്ക് നമുക്ക് വരാം. മോൾട്ടൻ NaCl ഇലക്ട്രോളിസിസും പഠിക്കാണ്ട്, അക്വസ് NaCl ഇലക്ട്രോളിസിസും അതിന്റെ ഫൈനൽ പ്രോഡക്ട്സും പഠിക്കാനുണ്ട്. അത് നോക്കാം നമുക്ക്. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യാ? തൽക്കാലം ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞിട്ട് ഈ 3 പോയിന്റ് ജസ്റ്റ് എഴുതി വയ്ക്കാം. ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ ഇലക്ട്രോളിസിസ്. അപ്പൊ ആനോഡായി, കാഥോഡായി, ഇലക്ട്രോളിസിസ് ആയി. നാളേക്ക് പഠിക്കാനുള്ളത് ആഡ് ചെയ്യുക ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ എന്താ? ഇലക്ട്രോളിസിസ്. ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ ഇലക്ട്രോളിസിസ് പണം വരയ്ക്കാൻ അതുകൂടെ എഴുതിയിട്ട് നമുക്ക് ലാസ്റ്റ് പറയാം. ഡിഫറെന്റ് സ്റ്റെപ്സ് ഓഫ് ഇലക്ട്രോളിസിസ്. 3 സ്റ്റെപ്സ് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്തോ? പടം ഭംഗിയിൽ വരച്ചു വയ്ക്കുക കേട്ടോ. പടം ഒന്ന് വരച്ചു വയ്ക്കുക. കഴിഞ്ഞു. ഈ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ഉണ്ട്. ഇലക്ട്രോളിസിസ് 2 ക്ലാസ്സോടെ വേണ്ടി വരും കേട്ടോ മിക്കവാറും. ഇനി ഒരു കണക്കിന്റെ സെക്ഷനോടെ വരുന്നുണ്ട്. അപ്പൊ കെമിസ്ട്രി 10 പാടേ ഉള്ളൂ. എനിക്ക് എത്ര പാഠം കഴിയാറായി? നമ്മുടെ 3 പാഠം കഴിയാറായിട്ടാ. 3 പാഠം കെമിസ്ട്രി ഒതുങ്ങിയിട്ടുണ്ട് നമ്മുടെ. ഇത് കഴിഞ്ഞ് നമുക്ക് ഏതെടുക്കാം? ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് തുടങ്ങിയോ സ്കൂളില്? നമ്മളത് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിസിക്സ് 2ാമത്തെ റൗണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഫുള്ളായില്ലേ തോന്നുന്നു അല്ലെ? എവിടെ വരെ എത്തിയത്? കൂളോംസിലെ വരെ എത്തിയുള്ളോ? അല്ല, സ്പിയറിന്റെ ഒക്കെ ചോദിച്ചു തോന്നുന്നു അല്ലെ? ഫുള്ളായി തോന്നുന്നു അല്ലെ? ക്ലാസ് എടുത്ത് കഴിഞ്ഞൊന്നല്ല, എന്നിട്ട് അത് കുറച്ചായിട്ട് പഠിക്കാൻ തരും. ഫുൾ എത്തിച്ചാ? ഇല്ലല്ലോ. സ്പിയറിന്റെ ഒക്കെ ഇല്ലല്ലോ, എത്തിച്ചിട്ടില്ലല്ലോ. കൂളോംസിലെ വരെ എത്തിച്ചിട്ടുള്ളോ? വെറുതെ എടുക്കാം അല്ലെ? അല്ലല്ലോ. മറ്റേ ആക്സിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നോളൂ. ആക്സിയിലേക്ക് ട്യൂറിയിൽ വരെയൊക്കെ ചോദിച്ചിട്ടുണ്ടോ അല്ലെ? ലാസ്റ്റത്തെ സെക്ഷൻ ഗോസസ് തിയറം ചോദിച്ചിട്ടില്ല തോന്നുന്നു അല്ലെ? ഗോസസ് തിയറം നാളെ വരുമ്പോൾ ആകെ ഇത്രയ്ക്കല്ലേ പഠിക്കാനുള്ളത്? വളരെ കുറവല്ലേ? ഇതിലേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ എഴുതാം. ഒരു വരി പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഗോസ് തിയറം മാത്രം. ഗോസ് തിയറം ഒന്ന് പഠിച്ചിട്ട് വരാം. സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ഗോസ് തിയറം ഫിസിക്സ് ഒക്കെ പഠിത്തോ ഓർമ്മ വെച്ച് പൊക്കോ. വേറൊന്നും വേണ്ട. ഇത് നാളേക്ക് പഠിക്കാനുള്ളത് ഇതിലേക്ക് ആപ്പ് ചെയ്യാം പോരെ? അപ്പൊ സമയത്തെടുക്കാം. ആകെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാൻ പറയണുള്ളൂ. നിങ്ങൾ ഇങ്ങനെ റെസിസ്റ്റ് ചെയ്യല്ലേ? ഇന്നത്തെ മതി. സമയമായി. അതിന് സമയം എന്തായി? 6 സമയം എത്രയാണ് മോനെ? 6:35 നിർത്തി പോകാൻ പറയണ.
പഠിക്കാനുള്ള സാധനം എഴുതിയിട്ടുണ്ട്, പഠിച്ചിട്ട് വന്നോട്ടെ ദിവസം. ഈ അഭിഷേക് അല്ല അഭിനവ് എന്ന് പറഞ്ഞു പഠിച്ചിട്ട് അതുപോലെ പറഞ്ഞോളൂ. അശ്വിൻ ഏതാ? അത് പറയാനാ വരണേ. അപ്പൊ 10 രൂപ ആരെങ്കിലും ഒന്ന് കളക്ട് ചെയ്ത് വെക്കോ, മാഷിൽ കണക്കായിട്ട് തരുമോ? മാഷ് നോട്ട് തരാം, സൊല്യൂഷൻസിന്റെ നോട്ട് തരാൻ വെച്ചിട്ട്. അത് ക്ലാസ് കാണുന്നവര് കാണണം കേട്ടോ. അതിൽ 10-60 ചോദ്യങ്ങൾ കിടക്കുന്നുണ്ട് പ്രിന്റിലേ, അതൊന്ന് പറഞ്ഞ് കേൾപ്പിക്കണം കേട്ടോ. ഗ്യാപ്പ് നോക്കിയിട്ടേ കുറച്ച് ആൾക്കാരായിട്ട് പറഞ്ഞാൽ മതി, എല്ലാവരും കൂടെ പറയണ്ട. പഠിക്കുന്ന നടക്കില്ല അല്ലെങ്കിൽ. സൊല്യൂഷൻസ് കൊണ്ടുവന്നുണ്ടോ 10 രൂപ? ഒരാളൊന്ന് ഏറ്റെടുത്തേത്, 5 ഏറ്റെടുക്കോ? പേര് എഴുതി വെക്കണം കേട്ടോ. 5 പഠിച്ചിട്ടുണ്ടോ? എന്തൊക്കെ എന്ന് പറഞ്ഞു. എന്തിനാ പഠിക്കണ്ടായിരുന്നു? സ്ട്രോങ്ങിന്റെ റീസൺസ് പറഞ്ഞു, സ്ട്രോങ്ങിന്റെ ഷേപ്പ്, ഗ്രാഫ്, റീസൺ ഒക്കെ പറഞ്ഞു. പിന്നെ പിന്നെ റീസൺ എന്താ സ്ട്രോങ്ങിന്റെ? കാരണം എന്താ? ഉത്തരം വന്നില്ലേ അതില് അല്ലേ? അട്രാക്ഷൻ ബിറ്റ്വീൻ ദ അയോൺസ് എന്ത് ചെയ്യണം? ഡിക്രീസ് എന്നുള്ളതൊക്കെ പറഞ്ഞാ? ഇല്ലല്ലോ, പറഞ്ഞില്ലല്ലോ. ഏതാ? മിനിമൈസ് പറഞ്ഞാ? കുഴപ്പമില്ല, കറക്റ്റാ. ഉഷാറായിന്റെ പഠിക്കണട്ടാ. എവിടെ വന്നിക്കണെന്ന് ആലോചിക്കട്ടാ. കയറി പിടിച്ച് വന്നോളോ. കേക്കണ്ട, നീ പറഞ്ഞ ഉറപ്പിക്കണ്ട. ഇനി എന്തിന്റെ പ്രശ്നം? നീ കളക്ട് ചെയ്യണ, കമ്മീഷൻ അടിക്കണ? ഇവരെടുത്തൊക്കെ ഒന്ന് വായിച്ചു നോക്കിയ കാലം. എന്താ പ്രശ്നം ചോദിക്കപ്പോ? ആനുവലിലേക്ക് മുടക്കാം. ആരെ 5 കൊടുത്തോ? നാളെ കൊണ്ടുവന്നേരാൻ പറയും. നാളെ അല്ലെങ്കിൽ ഇതിന്റെ ദിവസം കൊണ്ടുവന്നേരാം. ആയിഷ പഠിക്കണട്ടാ. പഠിക്കലില്ലാട്ടാ വീട്ടില്. അമ്മരടുത്ത് പറഞ്ഞോളോ? പറയില്ല, അതൊക്കെ പറയില്ല. ഇവിടെ നടന്നൊക്കെ പറയോ? വീട്ടിൽ പോയിട്ട് ഒന്നും പറയില്ലേ? കല്യാണി ഒന്നും പറയില്ല. പൈസ കൊണ്ടുവന്നിട്ടുള്ളവരൊക്കെ കൊടുക്കോ? 5 കയ്യിലൊക്കെ കൊടുത്തേ. നാളേക്ക് പ്രിന്റ് തരാൻ മാഷ്. ഇങ്ങനെ ഓരോന്നിന്റെ അങ്ങനെ 2 വെച്ച് മൈനസ് എത്രയാ? മൈനസ് വന്നിട്ട് കണ്ടുപിടിക്കാനുള്ളത്.
പത്ത് കളിക്കാൻ നമ്മുടെ ടീച്ചർ ടീച്ചറാണ് എന്നോട് ഞാൻ വായിച്ചിട്ടില്ല എന്നോട് ചോദിച്ചു എൻ്റെ പേര് Faraday's laws of electrolysis. Faraday's laws of electrolysis. ഒരാളുടെ വാച്ച് വർക്ക് ചെയ്യണില്ല അല്ലേ? ഓണായി. Faraday's laws of electrolysis. എഴുതും. Faraday's laws of electrolysis. എഫ്ഡാ Faraday's laws of electrolysis. Faraday എങ്ങനെ എഴുതുക? DA. Faraday's laws of electrolysis. എഴുതിയാ? ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആണ് പഠിക്കുന്നത് നമ്മള്. ഫാരഡേയുടെ സ്പെല്ലിംഗ് കിട്ടിയില്ലേ? ഫാരഡേസ് ലോ കിട്ടിയില്ലേ? FARADAY. പാരഡൈസ് അല്ല, അത് ഹോട്ടലിന്റെ പേര്. പാരഡൈസ് DAY. Faraday's law of Faraday's law of electrolysis. Faraday's law of electrolysis. ശ്രദ്ധിച്ചേ, പതുക്കെ കണക്ട് ചെയ്താലായിരിക്കും. ബോർഡ് ശ്രദ്ധിക്കും. Na പ്ലസ് എങ്ങോട്ടാ മൈഗ്രേറ്റ് ചെയ്തേ? പറയൂ. കാഥോഡിലേക്കാണ് മൈഗ്രേറ്റ് ചെയ്തത്. Na പ്ലസ് എങ്ങോട്ടാ മൈഗ്രേറ്റ് ചെയ്തത്? കാഥോഡിലേക്ക്. കാഥോഡിൽ പോയിട്ട് Na പ്ലസ് എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു. എവിടുന്നാ സ്വീകരിച്ചേ? കാഥോഡ്. ഈ ഇലക്ട്രോൺ എവിടുന്ന വരുന്നത്? ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലാണ് വരുന്നത് അല്ലെ? ബാറ്ററി വരുന്ന കറന്റ് ആണല്ലോ, ശരിയല്ലേ? ബാറ്ററിയിൽ നിന്ന് കുറെ ഇലക്ട്രോണുകൾ ഇങ്ങനെ വരികയാണ്. ബാറ്ററിയിൽ അങ്ങനെയാണല്ലോ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ആര് ഫ്ലോ ചെയ്യുക? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുക. അപ്പൊ ആ ഇലക്ട്രോൺസ് ആണ് ഈ ഇലക്ട്രോഡ് വന്ന് നിൽക്കണേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ Na പ്ലസ് ഇലക്ട്രോണിനെ റിസീവ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറിയത്? പറയൂ. Na ആയിട്ട് മാറിയത്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചാർജ് ആണ് അല്ലേ? ഇലക്ട്രോൺ എന്താണ്? ചാർജ് ആണോ? അതെ. നമ്മള് ഇവിടെ നിന്ന് കൊടുക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന സോഡിയത്തിന്റെ അളവിന് എന്താ സംഭവിക്കുക ആലോചിച്ച് പറഞ്ഞു. കൊടുക്കണ ഈ കാഥോഡിലേക്ക് കൊടുക്കണ ഇലക്ട്രോണിന്റെ എണ്ണം കുറവാ. അപ്പൊ സോഡിയം സോളിഡ് സ്റ്റേറ്റിൽ വരുന്നതിന്റെ അളവ് കുറയോ കൂടും? കുറയും. സംശയമില്ലല്ലോ, കുറയില്ലേ ചെയ്യാ. കാരണം എന്താ, അവിടേക്ക് മതിയായ അളവിൽ എന്ത് എത്തുന്നില്ല, ഇലക്ട്രോൺസ് എത്തുന്നില്ല. ഇനി നമ്മൾ കുറെ ഇലക്ട്രോണിന് കൊടുത്തു, അപ്പോ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സോഡിയത്തിന്റെ അളവ് കൂടുകയോ കുറയും? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കണ നമ്മളിവിടെ കൊടുക്കണ ചാർജ്, ഇവിടെ കൊടുക്കുന്ന ചാർജ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന മാസിനോട് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. നിങ്ങൾ കൂടുതൽ കറണ്ട് കൊടുത്തോ, അല്ലെങ്കിൽ കറണ്ട് അല്ല, കൂടുതൽ ചാർജ് ഇട്ടോ. കൂടുതൽ എന്താ, ചാർജ്. കൂടുതൽ കറണ്ട് കൊടുക്കുമ്പോ എന്തെത്തും, കൂടുതൽ ചാർജ് എത്തും. കറണ്ടിന്റെ സംഗതി പറയാം. I ഈക്വൽ ടു പഠിച്ചിട്ടുണ്ടോ? 10ാം ക്ലാസ്സിൽ പഠിച്ചില്ല. I ഈക്വൽ ടു എന്താ Q ബൈ T. ചാർജ് കൊടുക്കാനാണ് പറയുന്നത്, ശ്രദ്ധിക്കണേ. അപ്പൊ എന്താ, I ഇൻറ്റു T ആണ് വരിക. അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും എന്ത് കൊടുക്കണം, കൂടുതൽ എന്ത് കൊടുക്കണം. അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞു നോക്കിയേ. എന്താ, ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റാൻസ് ഡെപ്പോസിറ്റഡ്. ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പുറത്ത് എന്ത് ചെയ്യും, ക്ലോറിൻ ഗ്യാസ് ഉണ്ടാവില്ലേ? അങ്ങനെയല്ല അതിന്റെ കണക്ക്. അപ്പൊ ഒന്ന് പറഞ്ഞേ, ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റാൻസ്. ഇവിടെയാണെങ്കിൽ എന്താ, ഡെപ്പോസിഷൻ. അവിടെയാണെങ്കിൽ എന്താ, ഗ്യാസസ് ആണെങ്കിൽ എന്താ, ലിബറേറ്റഡ്. ഒന്ന് പറഞ്ഞേ, ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റാൻസ് deposited or liberated. The amount of substance deposited or liberated എന്ന് പറയുന്നത് അല്ലേ, of an electrode is directly proportional to ആരാ, ചാർജ്. ചാർജിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ക്വാണ്ടിറ്റി ഓഫ് ആരാ, ഇലക്ട്രിസിറ്റി. ചാർജ് തന്നെ Q തന്നെയാണ്, അതിന് വേറെ വാക്കിൽ പറഞ്ഞത് മാത്രം. എന്താ ചാർജ് പറഞ്ഞാൽ ശരിയാണ്, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. നമ്മൾ കൊടുത്ത ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റി എന്നാണ് പറയണത് കേട്ടോ. കറണ്ട് എന്നാണോ പറഞ്ഞേ? അല്ല. ടൈം എന്നാണോ പറഞ്ഞേ? അല്ല. കയ്യും ടീയും കൂടിയ സാധനമാണ് എന്ത്, ചാർജ് ആണ് കേട്ടോ. അപ്പൊ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയോട് എന്താണ്, ഡയറക്ട്ലി പറയോ, ഡയറക്ട്ലി എന്താ, പ്രൊപ്പോർഷണലായി. കുഴപ്പമില്ലല്ലോ. ഇതാണ് ഫാരഡേയുടെ ആദ്യത്തെ ലോ എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ചാർജിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന സബ്സ്റ്റാൻസിന്റെ അളവ്, എമൗണ്ട് എന്ന് പറയുന്നത്. കുഴപ്പമില്ല. സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാം മാഷ്, എന്നിട്ട് പതുക്കെ കയറ്റി പോകാം നമുക്ക്. ദ എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റാൻസ്, കേൾക്കോ, ആദ്യം കേൾക്കോ. ദ എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റാൻസ് ലിബറേറ്റഡ് ഓർ ഡെപ്പോസിറ്റഡ് എന്ന് പറഞ്ഞ്, ദ എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റാൻസ് ലിബറേറ്റഡ് ഓർ ഡെപ്പോസിറ്റഡ് ഈസ് deposited at an electrode കേട്ടോ. At an electrode is directly proportional to the quantity of electricity passing through electrolyte. എന്താണ് quantity of electricity passing through electrolyte? ഒന്നുകൂടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, the amount of any substance liberated or deposited at an electrode is directly proportional to the quantity of electricity passing through the electrolyte. എതിർപ്പില്ലല്ലോ. ഒന്നുകൂടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, the amount of any substance deposited or liberated at an electrode is directly proportional to the quantity of electricity passing through the electrolyte. ഇക്വേഷൻ അപ്പൊ എങ്ങനെ ആക്കാം നമുക്ക്? M directly proportional to ആര്? M directly proportional to ആര്? Q. M directly proportional to ആരാ? Q. M എന്താ? Amount of substance deposited or liberated, അല്ലെങ്കിൽ മാസ്. ഡെപ്പോസിറ്റ് ചെയ്ത മാസ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്റെ കണക്കുകൾ വേറെ മോഡിലാണ് ചെയ്യുക, അത് കണക്ക് ചെയ്യുമ്പോൾ നോക്കാം നമുക്ക്. Q എന്താ? നമ്മൾ കൊടുത്ത ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. സിമ്പിൾ ആയിട്ട് പറഞ്ഞ Q എന്താ? ചാർജ്. Q എന്താണ്? ചാർജ്. ഇതിപ്പോ ഉണ്ടാ, കുഴപ്പമില്ല. സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറഞ്ഞ് കാണാണ്ട് പറയാൻ പറ്റുന്ന, the amount of any substance deposited or liberated is directly proportional to the എന്താ, quantity of electricity passing through the electrolyte. എതിർപ്പില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ക്ലിയർ അല്ലേ പറഞ്ഞത്? സംശയം ഉണ്ടാ? സ്റ്റേറ്റ്മെന്റ് തന്നെ എഴുതാൻ പറ്റുമോ? ഇനി ഞാൻ പറയാണ്ട് എഴുതാൻ പറ്റുമോ? ഒന്ന് സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ച് നാളേക്ക് വരുമ്പോൾ ഇന്ന് ക്യാപ്പ് ചെയ്തു അല്ലെ, എന്നാൽ ആയിക്കോട്ടെ, ഇത് മതി. അന്ന് ഗോസ് സ്ഥിരത്തിന് വരെ ഈ സാധനം ഇട്ടാൽ മതിയാ അല്ല നല്ലത്. ഗോസ് സ്ഥിരത്തിന് പകരം ഫാരഡേയുടെ ഫസ്റ്റ് ലോ. ഇതിനാണ് ഫസ്റ്റ്. 2 ലോ ഉണ്ട്, ഇത് ഫസ്റ്റ് ലോ. ഫാരഡേ ഫസ്റ്റ് ലോ. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസിൽ 2 ഉണ്ട്. ഫസ്റ്റ് ലോ ആയിട്ട് ഇത് പഠിക്കാം കേട്ടോ. ഇത് ഫസ്റ്റ് ലോ. ഇവിടെയും കുറച്ച് ഗുലുമാലുകൾ ഉണ്ട്. ഇതിന്റെ കണക്കുകളൊന്ന് ക്ലിയർ ചെയ്ത് പോകണം. ബോർഡ് ഒന്നും എഴുതാനില്ല, ബോർഡൊന്നും എഴുതാനില്ല, മാറ്റിട്ടാ. അപ്പൊ പഠിക്കാനുള്ള ലിസ്റ്റിലേക്ക് അത് മാറ്റി വെക്കിട്ട് ഇനി എല്ലാവരും ഒന്ന് കേട്ടേ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ
എല്ലാവരും കേട്ടെ ഗോസസ് തീർന്നതിന് പകരം എന്താക്കിയിട്ടുണ്ട്? പക്ഷെ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടാ? കുഴപ്പമില്ലല്ലോ. ഈ നാളെ വന്നിട്ട് ഞാൻ അറിഞ്ഞില്ലേ പക്ഷെ ഞാൻ കോസ് തീറെ പഠിച്ചത് പറയായിരിക്കും. ക്ലിയർ മാറ്റി അത് കുഴപ്പമുണ്ടാ? വേഗം എഴുതി അവസാനിപ്പിക്കും. ഞാൻ സ്റ്റേറ്റ്മെന്റ് തന്നെ എഴുതിയേ. പാരഡൈസ് ഫസ്റ്റ് ലോസ് തന്നെ എഴുത്. The amount of any substance deposited or liberated is directly proportional to ആരാണ്? Is directly proportional to the amount of quantity of electricity passing through the electrode. W ആണ് ഉപയോഗിച്ചത് അല്ലേ? ശ്രദ്ധിച്ചേ. അപ്പൊ എന്താ എമ്മിന് പകരം W ആണ് ഇവർ കൊടുത്തത് കേട്ടോ ബുക്കിൽ. എം ആയാലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ, അതൊന്നും വിഷയമുള്ള കേസല്ല. താഴെ എഴുതി വെച്ചേ W പ്രൊപ്പോർഷണൽ ടു. അപ്പൊ ആരാ W പ്രൊപ്പോർഷണൽ ടു? ആരാ? Q. പ്രൊപ്പോർഷണൽ വന്നാ നമ്മൾ ഈക്വൽ ടു ആക്കാൻ എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ആഡ് ചെയ്യണം. വേണ്ടേ? അവിടെ ആഡ് ചെയ്യുന്ന എമ്മിന് പകരം W ആക്കി. കുഴപ്പമില്ല, ബുക്കിൽ W ആണ്. എമ്മോ W എന്തോ ആയിക്കോട്ടെ, വെയിറ്റ് മാസ് നമുക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കോൺസ്റ്റന്റ് ആഡ് ചെയ്തു. കോൺസ്റ്റന്റ് എന്താ? സെറ്റ്. ഇവിടെ എഴുതിയ കോൺസ്റ്റന്റ് എന്താണ്? സെറ്റ്. സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ്. പേര് എഴുതുക. സെറ്റ് ഈക്വൽ ടു ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ്. ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ്. സെറ്റിന്റെ പേരാണ് ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ്. ക്യൂവിന് പകരം എന്ത് കൊടുക്കാം മക്കളെ? ക്യൂവിന് പകരം എന്ത് കൊടുക്കാം? ക്യൂ ഈക്വൽ ടു എന്താ? I into T. എതിർപ്പല്ലോ. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് ബൈ ടൈം ആണ്. അപ്പൊ കറണ്ട് ഇൻറ്റു ടൈം ചെയ്ത് എന്ത് കിട്ടും? ചാർജ് കിട്ടും. അപ്പൊ ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? I into T കിട്ടും. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യാം. W ഈക്വൽ ടു എന്താ? Z into I into T. W ഈക്വൽ ടു എന്താ? Z into I into T. എതിർപ്പല്ലോ. ഈ കോൺസ്റ്റന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റിനെ എന്ത് ചെയ്യാറുണ്ട്? ഡിഫൈൻ ചെയ്യാറുണ്ട്. കോൺസ്റ്റന്റിനെ എന്ത് ചെയ്യാറുണ്ട്? ഡിഫൈൻ ചെയ്യാറ്. എങ്ങനെയാ കോൺസ്റ്റന്റുകളെ ഡിഫൈൻ ചെയ്യാറ്? കോൺസ്റ്റന്റിന്റെ കൂടെയുള്ള ആളുകളെ എത്രയാക്കും? 1 ആക്കും അല്ലെ? കോൺസ്റ്റന്റിന്റെ കൂടെയുള്ള ആളുകൾ എത്രയാക്കും? 1 ആക്കും. അപ്പൊ ഒന്നുകൂടെ 1 ആക്കിയേ. എന്താ W? ഡെപ്പോസിറ്റ് ചെയ്തോ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്തോ ആയ മാസ് അല്ലെ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇതാ ഇഫ് I is equal to എത്ര ആംപിയർ? 1 ആംപിയർ. കറന്റിന്റെ യൂണിറ്റ് എന്താ? ആംപിയർ. T ഈക്വൽ ടു എത്ര സെക്കൻഡ്? 1 സെക്കൻഡ്. അപ്പൊ W ഈക്വൽ ടു എന്താ വരിക? Z into പറയേ Z into 1 into 1 ഈക്വൽ ടു എന്ത് തന്നെ? Z. ഇവിടെ ശ്രദ്ധിക്കുക, എഴുതാൻ പറ്റേ? ഒന്ന് ശ്രദ്ധിച്ചിട്ടേ. അപ്പൊ ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ് അതായത് Z പറഞ്ഞേ വായിച്ചേ. സെറ്റിന് പകരം എന്ത് വായിക്കേ? ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ്. ഇതെന്താ സാധനം? ഇസ് ഈക്വൽ ടു ഇതെന്താ സാധനം? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓഫ് ഡെപ്പോസിറ്റഡ്. എപ്പോ? when current passing through it is 1 ampere for a time of. ശ്രദ്ധിച്ചേ, ഇത് എഴുതാൻ തിരക്കോട്ടല്ലേ? ശ്രദ്ധിക്കുക. അതായത് ഒരു ആംപിയർ കറണ്ട് നമ്മൾ എത്ര സെക്കൻഡ് സമയം കൊടുക്കണം? ഒരൊറ്റ സെക്കൻഡ് സമയം കൊടുത്തു കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ആണോ ഡെപ്പോസിറ്റ് ചെയ്യണേ അതിനെയാണ് ആ സബ്സ്റ്റാൻസിന്റെ സെറ്റ് എന്ന് വിളിക്കുന്നത്. കുഴപ്പമില്ലല്ലോ. ഒന്നുകൂടെ പറയാം. എത്ര ആംപിയർ കറണ്ടാ? 1 ആംപിയർ എത്ര സെക്കൻഡ് കൊടുക്കാൻ പാടുള്ളൂ? അപ്പൊ ഡെപ്പോസിഷൻ നടന്നുണ്ടാവുമല്ലോ. സോഡിയം ആണെന്ന് കൂട്ടിക്കോ. അപ്പൊ സോഡിയം ഒരു 5 ഗ്രാം ഉണ്ടായി. അപ്പൊ സോഡിയത്തിന്റെ സെറ്റ് എത്രയാ? 5 ഗ്രാം. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ് ഈസ് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ മാസ് എന്നോ വെയിറ്റ് എന്നോ പറയാം അല്ലേ? ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് എന്ത്? സബ്സ്റ്റാൻസ് ഡെപ്പോസിറ്റഡ് when current passing through it is 1 ampere for a 1 second. പറഞ്ഞുതരാം. ഇതൊക്കെ എഴുതി അവസാനിക്കും. സമയമായോ? പോറായോ? ഫീസിക്കലി ഏരിയയുള്ളവരുണ്ടായി ഈ മാസത്തെ ഇത് അടച്ചു തോന്നുന്നു അല്ലേ? സീറ്റ് ഇടാം കേട്ടോ. ഞാൻ ആൽഫർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെറ്റ് ചെയ്തോളൂ. ടൈം സെറ്റ് ചെയ്തോ. അതിലടച്ചാ അടച്ചു. ഇനി ആരാ ഫീസ് മന്ത്ലി ഫീസ് ക്ലിയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? 10 രൂപ എല്ലാവരും ഒന്ന് കൊടുക്കുക കേട്ടോ. ഇതുവരെയുള്ള എഴുതി കഴിഞ്ഞാ ആ സ്റ്റേറ്റ്മെന്റ് എഴുതിട്ട് പോവാം. എഴുതുക. ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ് എഴുതുക. ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ് ഓഫ് എ സബ്സ്റ്റൻസ്. ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ് ഓഫ് എ സബ്സ്റ്റൻസ്. Electrochemical equivalent is the substance
electrochemical equivalent of a substance. Sorry. Electrochemical equivalent of a substance is the weight of substance. Is the weight of substance. Is the weight of substance liberated or deposited. Weight of substance liberated or deposited at an electrode. Liberated or deposited at an electrode by passing എത്ര ആംപിയർ കറന്റ്? ബൈ പാസിംഗ് 1 ആംപിയർ കറന്റ്. പറഞ്ഞോ 1 ആംപിയർ കറന്റ് ഫോർ 1 സെക്കൻഡ്. നാളേക്ക് ഇത് മാറ്റിയിട്ട് പഠിക്കാനുള്ള കഴിയും. നാളെയും ചോദിക്കൂട്ടാ, എല്ലാ ദിവസവും ചോദിക്കൂട്ടെ. ചോദിക്കാണ്ട് തല്ലാണ്ട് ചീത്ത പറയേണ്ടത് എന്താ? പോയി നിങ്ങൾ കുഴപ്പവും. അതുകൊണ്ടാണ് മാഷോട് വേറെ വിഷമം തോന്നിരിക്കും. ഒക്കെ നാളേക്ക് പഠിക്കാനുള്ളത് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. പഠിക്കാനുള്ളത് പഠിച്ചു വന്നോളൂ. 4 വരെ പഠിക്കാനുള്ളൂ കേട്ടോ. ഏതാ ഇപ്പൊ ഒന്നുകൂടെ പറയണോ?